ജനാധിപത്യത്തെക്കുറിച്ചും മറ്റും പറയുന്നത് പോലെയാണ്. നിങ്ങൾ വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം? വോട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സർക്കാരിനെ മാറ്റാനും അധികാരത്തിൽ കൊണ്ടുവരാനും കഴിയുന്നത് ജനാധിപത്യത്തിലെ വോട്ടെടുപ്പ് പോലെ തന്നെയാണ് ഇത്തവണ നമ്മുടെ മുമ്പിലുള്ള ഈ പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഈ പ്രപ്പോസലിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇത്രയേറെ പേടിക്കേണ്ടതുണ്ട്. ഞാനിപ്പോഴും ഈ പാനിക്കിന് പുറത്താണ്. എന്നെ സംബന്ധിച്ചും ഇതെന്റെ ഒബ്സർവേഷൻ മാത്രമാണ്. നാളെ ഞാൻ ഈ പറയുന്നത് ഒരു അബദ്ധമായി മാറാം. ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടും കേസ് നടത്തി ജയിച്ചതും തോറ്റതും അനുഭവങ്ങളും വീഴ്ചകളുടെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി എൻ്റെ ഒരു ഒബ്സർവേഷൻ മാത്രമാണ്. ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ പൂർണ്ണമായും നമ്മൾ കേൾക്കുന്നത് പോലെ 10 വർഷത്തേക്കും 20 വർഷത്തേക്കും മാറ്റി എന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതെന്റെ ഒബ്സർവേഷനാണ്. നാളെ അതൊരു അബദ്ധമായി മാറാനും സാധ്യതയുണ്ട്. ഇവിടെ എന്താണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്? ബേസ് ലൈൻ എന്ന് പറയുന്നത് 10ലേക്ക് എത്തിച്ചു. അതായത് ആർക്കും PR കിട്ടണമെങ്കിൽ 10 വർഷം ബേസ് ലൈൻ കൊണ്ടുവന്നു. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു പേടി വരാം. ഓക്കെ, നമ്മുടെ എല്ലാം ബേസ് ലൈൻ 10ലേക്ക് എത്തി തീർന്നു. അവിടെ നിന്നാണ് കൂട്ടലും കിഴക്കലും നടക്കുന്നത്. എങ്ങനെയാണ്? ഈ പറയുന്ന ബെനിഫിറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ 15 ആവുന്നു അല്ലെങ്കിൽ 20 ആവുന്നു എന്ന് പറയുന്നു. നിങ്ങൾക്ക് 1,25,000 പൗണ്ടിന് മുകളിൽ ശമ്പളം ഉണ്ടെങ്കിൽ ആ 10ൽ നിന്ന് 7ന്റെ കിഴിവ് കിട്ടുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ NHS മറ്റോ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5ന്റെ കിഴിവ് കിട്ടുന്നു എന്ന് പറയുന്നു. നിങ്ങൾക്ക് 50,000 ചിലവാനത്തിന് മുകളിൽ ശമ്പളം ഉണ്ടെങ്കിൽ വീണ്ടും 5ന്റെ കിഴിവ് കിട്ടുന്നു എന്ന് പറയുന്നു. നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ കൂട്ടർ എന്ന് പറയുന്നത് 50,000 പൗണ്ട് ശമ്പളമില്ലാത്ത ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും വോളണ്ടറി ആയിട്ടുള്ള വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് എന്ന് പറയുന്നുണ്ട്. 10 വർഷം എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് 10 വർഷം വേണം എന്നല്ലോ. ബേസ് ലൈൻ 10 വർഷം വെക്കുകയാണ്. ആ ബേസ് ലൈൻ 10 വർഷം വെച്ചിട്ട് മറ്റു പല ക്രൈറ്റീരിയകളുടെയും അടിസ്ഥാനത്തിൽ അത് 10, 15, 20 ആവാം, 10, 3 വർഷമോ 5 വർഷമോ 7 വർഷമോ 9 വർഷമോ ആകാം. അപ്പം നമുക്ക് 10 ആണെങ്കിൽ പോലും, ഇപ്പം ഞാൻ വീണ്ടും പറയുമ്പോൾ ഉദാഹരണം അവർ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ C1 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 വർഷം ഒരാളെ സംബന്ധിച്ച് അത് 9 വർഷമായി കുറയുന്നു എന്ന് പറയുന്നു. നിങ്ങൾ കമ്മ്യൂണിറ്റിക്ക് വോളണ്ടറി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 5നും 7 വർഷമായിട്ട് കുറയുന്നു എന്ന് പറയുന്നു. നിങ്ങൾക്ക് 50,000 മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം ആയി കുറയുന്നു എന്ന് പറയുന്നു. നിങ്ങൾക്ക് 1,25,000 മുകളിലുണ്ടെങ്കിൽ അത് 7 വർഷം കുറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ചില കടകളിലൊക്കെ ഒരു സാധനത്തിന് ഒരു MRP റേറ്റ് വെച്ചിട്ട് അതിന് താഴെ ഡിസ്കൗണ്ട് കൊടുക്കുന്നതും ചിലപ്പോൾ അതിന് ഈ പറയുന്ന ഡിമാൻഡ് വരുന്ന അനുസരിച്ച് കൂടുകയും ചെയ്യുമെന്ന് പറയുന്നത് പോലെ 10 വർഷം എന്നുള്ള ഒരു ബേസ് ലൈൻ വെച്ചിട്ട് അതിൽ നിന്ന് മുകളിലോട്ടോ താഴോട്ടോ എന്നുള്ളതാണ്. അതായത് നിലവിൽ പ്രപ്പോസലിൽ ഇടപെടുന്നതിന് മുമ്പ് തന്നെ ഈ പ്രപ്പോസലിൽ പോലും 50,000 പൗണ്ടിന് താഴെയുള്ള ആളുകൾ, വിശിഷ്യ കെയർമാരെ പോലുള്ള ആളുകൾക്ക് മറ്റൊരു പ്രൊവിഷൻ വോളണ്ടറി വർക്ക് എന്നുള്ളത് കൂടി ഇട്ടിട്ടുണ്ട്. വീണ്ടും ഞാൻ പറയുന്നു, ഈ പറയുന്ന ഈ ഇരുട്ടുമുറിയിൽ കറുത്ത പൂച്ചയെ തേടുക എന്ന് പറയുന്നത് പോലെയാണ് ഈ പുതിയ പ്രപ്പോസലിനെ നമ്മൾ വിലയിരുത്തുക എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുണ്ടാവും. എൻ്റെ കാഴ്ചപ്പാടിനകത്ത് അത്തരം ഒരു പ്രപ്പോസലിനകത്ത് തന്നെ ഈ വോളണ്ടറി വർക്ക് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് കെയർമാരെ ഉദ്ദേശിച്ച് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളെ പോലത്തെ ആളുകളെ ഈ 50,000 താഴേക്കുള്ളവരെ എങ്ങനെയാണ് വോളണ്ടറി വർക്ക് ചെയ്യുക, എങ്ങനെയാണ് വോളണ്ടറി വർക്ക് ചെയ്ത് നമ്മൾക്ക് ഡിസ്കൗണ്ട് എടുക്കുക എന്നുള്ളതൊക്കെ വരും കാലങ്ങളിൽ അറിയേണ്ടതുണ്ട്. എന്നിരുന്നാൽ പോലും വളരെ ബ്ലാങ്കറ്റായി, വളരെ ബ്ലൈൻഡായി 10 വർഷത്തേത് എന്ന് പറയുന്ന ഒരു നിയമം അല്ല പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാൻ പ്രപ്പോസലിൽ ഇടപെടുന്നതിന് മുമ്പ് തന്നെ അതെനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഇങ്ങനെ ഒരു ബേസ് ലൈനായി തീരുമാനിക്കുന്നു. അവിടെ നിന്ന് കുറവോ കൂടുതലോ എന്നുള്ളത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ബ്രോസ് ഇതിലേക്ക് ആഡ് ചെയ്യും. നമുക്കിപ്പം സന്ദീപ് പറഞ്ഞ പോലെ ഇതൊരു കൺസൾട്ടേഷൻ സ്റ്റേജ് ആണ്. ഇത് വരുവോ വരാതിരിക്കുവോ ഉള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. അവർക്ക് മെജോറിറ്റി ഉണ്ട്, ചിലപ്പോൾ കൊണ്ടുവരാം. പക്ഷെ നമ്മളുടെ ഓരോരുത്തരുടെ ഒരു വ്യൂ, നമ്മളെല്ലാരും ഈ കൺസൾട്ടേഷൻ ഒരു പാർട്ടായി നമ്മുടെ ഒപ്പീനിയൻ, അതായത് നമുക്ക് ഫേവർ ആയിട്ടുള്ള രീതിയിൽ നമ്മളെ ഒപ്പീനിയൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത് ഭാവിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ കോടതി, ഇതെന്തായാലും ആൾക്കാർ കോടതിയിൽ പോകും. ഇത് ആൾക്കാർ വെറുതെ ഇരിക്കില്ലല്ലോ. ഈ 1.6 മില്യൺ ആൾക്കാരിൽ ഇപ്പം പല നൈജീരിയൻ ക്ലയൻസും ഉണ്ട്. അവരിപ്പോഴേ ഇത് ചലഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ അസോസിയേഷൻ ഒക്കെ ഇപ്പോഴേ റെഡിയാണ്, ഇപ്പോഴേ പ്രപ്പോസൽ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളിപ്പോ എന്തായാലും ആൾക്കാർ പോകും. പക്ഷെ നമ്മൾ അവര് പോകുന്നുണ്ടെന്ന് വിചാരിച്ച് നമ്മള് വെറുതെ ഇരിക്കരുത്. നമ്മുടെ ഈ കൺസൾട്ടേഷൻ, നമ്മൾ പറയുന്ന ഒപ്പീനിയൻ എന്തായാലും അത് മാറ്റർ ആയിരിക്കും. കോടതിയിൽ പോകുമ്പം കോടതിയിൽ ഇത് കാണിക്കും. ഇത്രയും ആൾക്കാര് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞ് അവരുടെ ഒപ്പീനിയൻസ് മാറ്റർ ചെയ്യാതെയാണ് ഇൻ കേസ് റൂൾ, അത് പ്രൊപ്പോസൽസ് റൂളായിട്ട് വരുവാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട്
ആണ് ഈ കൈരളി എനിക്ക് തോന്നുന്നു കൺസൾട്ടേഷന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാമെന്നും എങ്ങനെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരിതും കൂടി കൈരളി ചെയ്യുന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അത് സംസാരിച്ചിരുന്നു നേരത്തെ മീറ്റിങ്ങിന് മുമ്പ് സംസാരിച്ച കാര്യങ്ങളിലൊക്കെ. എല്ലാ ആൾക്കാരും കൂടി നിന്ന് ആ കൺസൾട്ടേഷന് വേണ്ട പോയിന്റുകൾ, കാരണം അത് മെയിൻ ആയിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ആദ്യം ചെയ്യുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് ഈ ഫോമുകളിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് എന്നുള്ളത്. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മളത് ഓൺലൈനിൽ കയറി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എന്തെങ്കിലും രീതിയിൽ അത് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു സമയത്ത് പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല, നമുക്ക് ആ IP അഡ്രസ്സിൽ നിന്ന് പിന്നെ മുന്നോട്ടേക്ക് പോകാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നു. അത് അറിയില്ലായിരുന്നു നേരത്തെ. നമുക്ക് പകുതി വെച്ച് അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ഒരു ക്ലയന്റ് അടുത്ത് സംസാരിച്ച് തിരിച്ചു വന്നപ്പോഴത്തേനും എനിക്കത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് എല്ലാവരും ആ പോയിന്റുകളൊന്ന് നോക്കി വെക്കുക. ആ ഫോമുകളിൽ അത് പറയുന്നുണ്ട് എന്താണ്, നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ ഡിസഗ്രി ചെയ്യുന്നുണ്ടോ നോക്കി വെച്ചിട്ട് നമുക്ക് ആകെ ഒരു 20-25 മിനിറ്റ്സ് മാത്രം മതി എന്നാണ് അവർ പറയുന്നത്. അതൊന്ന് നിങ്ങളൊരു എഫേർട്ട് ഇട്ട് ആ ഒരു ടൈം ഇടുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ വ്യൂസ് നമുക്ക് നാളെ കോടതിയിൽ ഇത് ചലഞ്ച് ചെയ്യുന്ന സമയത്ത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അല്ലെ സന്ദീപ്, അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ, അതോ കറക്ഷൻ എന്തെങ്കിലും ആവശ്യമുള്ളതുണ്ടോ? ഇല്ല, അത് ഈ പറയുന്ന അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. ഈ പറയുന്ന പ്രപ്പോസൽ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് അത് കോടതിയിൽ എത്തുമ്പോൾ, ഇതിന് മുമ്പത്തെ കേസുകളുടെ ഒരു അനുഭവത്തിൽ ഞാനിപ്പോഴും ഹോപ്പ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പ്രപ്പോസലിന് ഇടപെടുകയും ഈ പ്രപ്പോസലിനകത്ത് പോകുന്ന കണ്ടന്റുകൾ പോലും ഒരുപക്ഷെ നാളെ ഒരു ജുഡീഷ്യൽ റിവ്യൂവിനെ സഹായിക്കുകയും ചെയ്യുന്നതാകുമല്ലോ. തീർച്ചയായിട്ടും, അതെ അതെ. ഞാൻ അതിനകത്ത് ഒരു കാര്യം ആഡ് ചെയ്യാമെങ്കിൽ, ഞാൻ കുറച്ച് നേരമായിട്ട് എനിക്കത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ 10 ഇയേഴ്സ് ബേസ് ലൈനിൽ നിന്ന് ഇതിനെ രണ്ടായി കാണുക. അതായത് നമ്മൾ ഒരു കാര്യത്തിന് 10 ഇയേഴ്സ് എന്ന് വെച്ചു, പിന്നെ എടുക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നിങ്ങളുടെ ഈ പറയുന്ന ഇൻ്റഗ്രേഷൻ, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ. നിങ്ങളുടെ ഇൻ്റഗ്രേഷനും നിങ്ങളുടെ കോൺട്രിബ്യൂഷനും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റുന്നു? 10ൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് താഴേക്ക് വരാം. ഓൺ ദ അതർ ഹാൻഡ്, ബെനിഫിറ്റ്സ്, ക്രിമിനാലിറ്റി, കോൺട്രിബ്യൂഷൻ കൊടുക്കാതിരിക്കുക. അത് വിശേഷിച്ച ഡിപ്പെൻഡൻസിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. ഈ മെയിൻ ആപ്ലിക്കൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല. ഈ പറയുന്ന സിവിൽ ജഡ്ജ്മെന്റ്സ്, അതായത് കടം വാങ്ങിയിട്ട് തിരിച്ചടയ്ക്കാതിരിക്കുക, ഇത്തരം ചില നെഗറ്റീവ് ഫാക്ടേഴ്സ് ഈ പറയുന്ന നമ്മളെ 10ൽ നിന്ന് മുകളിലേക്കും കൊണ്ടുപോകും. അപ്പൊ 10 എന്ന് പറയുന്ന ഒരു ബേസ് ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്നതാണ് എന്നുള്ളതിനകത്ത് എനിക്ക് തൽക്കാലം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്ക് അതിനകത്തെങ്കിലും ഒരു സെർട്ടനിറ്റി ഉണ്ട്. 10 എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ്. അതിന്റെ അർത്ഥം നമ്മൾക്ക് എല്ലാവർക്കും 10 വർഷം വേണം എന്നുള്ളതല്ല. 10 ഒരു റിലേറ്റീവ്ലി ഒരു നമ്പർ അവർ എടുത്തിരിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓരോ ഇൻഡിവിജ്വലും സ്കോർ ചെയ്യുന്നതനുസരിച്ച് ഓരോ ഇൻഡിവിജ്വലിന്റെയും മറ്റു മെറിറ്റുകളുടെയും ഡീമെറിറ്റുകളുടെയും അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു നമ്പറാണ് 10 എന്നുള്ളത്. ഞാനത് ആവർത്തിച്ച് പറയുന്നതിന്റെ കാര്യം, ഒരുപാട് പേരെങ്കിലും ഭയപ്പെട്ടിരിക്കുന്നത്, ഇപ്പൊ 2027 PR എടുക്കാമെന്ന് കരുതിയിരിക്കുന്ന ആളുകൾ ഇന്ന് തന്നെ നമുക്ക് ഈ വിസ അടിച്ച് വന്നവരുണ്ട്. ജനുവരിയിലേക്ക് ഈ പറയുന്ന 2027 ജനുവരിയിലേക്കൊക്കെ അപ്രൂവ് ചെയ്ത് വന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് അവർ ഇനിയും പേടിക്കും. ഇനി ഒരു 5 വർഷം കൂടെ കാത്തിരിക്കേണ്ടി വരുമോ? 5 വർഷം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ഒറ്റ വായനയിൽ നോക്കിയാൽ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിൽ പോലും അതിനകത്തെ പല പ്രൊവിഷൻസും 5 വർഷത്തിൽ നിന്ന് 10 വർഷത്തിൽ നിന്ന് താഴേക്ക് വീണ്ടും ഒരു 5 വർഷം വരെ കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ ഒരു പ്രപ്പോസൽ ഫെയിൽഡ് ആയാലും ജുഡീഷ്യൽ റിവ്യൂ ഫെയിൽഡ് ആയാലും നിലവിൽ നിൽക്കുന്ന അങ്ങേയറ്റം ഹാർഷായ ഈ പ്രപ്പോസലിനകത്ത് പോലും 10 വർഷത്തിൽ നിന്ന് താഴേക്ക് എത്തിക്കാനുള്ള പ്രൊവിഷൻസ് ഒരുപാടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ബാക്കി എല്ലാ കാര്യങ്ങളിലും എനിക്കൊരു അൺസർട്ടനിറ്റി ഉണ്ടെങ്കിലും ഇതിനകത്ത് എൻ്റെ ഉറച്ച വിശ്വാസം 10 എന്നുള്ളത് കുറച്ചുകൊണ്ട് വരാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് എന്ന് തന്നെയാണ്. ബ്രോസ്, അത് തന്നെയാണ് 10ന്ന് നമുക്ക് ഈ ഇപ്പോൾ ഉള്ള പല മാറ്റേഴ്സിലും നമ്മൾ പോയിന്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അത് നമുക്കിപ്പോ അതൊരു ഉറപ്പായിട്ട് പറയാൻ പറ്റുമോ എന്നുള്ളത്, കാരണം അവര് പ്രപ്പോസൽസ് എന്തായാലും ഇത് ഇനിയിപ്പം സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ആയിട്ടാണ് വരുന്നതെങ്കിൽ പെട്ടെന്ന് ഇത് തന്നെ ആയിട്ട് അങ്ങ് വരും. അത് ആക്ട് ആയിട്ട് കൊണ്ടുവരും തോന്നുന്നില്ല അല്ലെ? കാരണം ഈ ഒരു ILRന്റെ ഒരു പീരീഡ് കൂട്ടാൻ വേണ്ടി മാത്രം ഒരു ആക്ട് പൊളിച്ചെഴുതും തോന്നുന്നില്ല എനിക്ക്. ബ്രോസ്, ഞാൻ പറഞ്ഞത് നിലവിലെ അങ്ങേയറ്റം ഹാർഷായ ഈ പ്രപ്പോസൽ നാളെ
ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ആയി വന്നാൽ പോലും അതിനകത്ത് 10 എന്നുള്ളത് താഴേക്ക് കൊണ്ടുവരുന്ന പ്രൊവിഷൻസ് ഉണ്ട്. അതെ, പ്രൊവിഷൻസ് ഉണ്ട്. ഉദാഹരണം, ഇതൊക്കെ നമ്മുടെ അസസ്മെന്റ് ആണ്. നമ്മളൊക്കെ ഇപ്പം ഞാനും ബ്രോസും തമ്മിലുള്ള മാത്രമല്ല ചർച്ചയിൽ ഇതിനകത്തിരിക്കുന്ന 85 പേരും ചേർന്ന് ചർച്ച ചെയ്യേണ്ട നമ്മുടെയൊക്കെ തോന്നലുകൾ മാത്രം മുമ്പോട്ട് പറയുന്നതാണ്. ഉദാഹരണം, 125,000 പൗണ്ട് ശമ്പളമുള്ള ഒരാളുടെ ഭാര്യയ്ക്ക് NI കോൺട്രിബ്യൂഷൻ കൊടുക്കാതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് 10 വർഷമോ 15 വർഷമോ വേണ്ടി വന്നേക്കാം, ഇൻഡിവിജ്വൽ ബേസിസിൽ അസസ് ചെയ്യുമ്പോൾ. അപ്പോ എന്നാൽ ഓൺ ദ അതർ ഹാൻഡ് ഒരു കെയറിനെ സംബന്ധിച്ച് ഒരു വോളണ്ടിയറിംഗിന്റെ പ്രൊവിഷനും അതുപോലെ തന്നെ മറ്റേ C1ന്റെ ലാംഗ്വേജ് സ്കിൽസും ഉണ്ടെങ്കിൽ 10 എന്നുള്ളത് ഒരുപക്ഷെ 5ലേക്ക് വന്നേക്കാം. ഇതൊക്കെ ഈ പ്രൊവിഷൻസിനകത്ത് തന്നെ അടങ്ങിയിരിക്കുന്നതാണ്. അത് ബ്രോസ് പറഞ്ഞ പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ആയിട്ട് ഈ പറയുന്ന അക്കമിട്ട് അത് എഴുതി വരാത്തിടത്തോളം കാലം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ നിലവിലെ പ്രപ്പോസലിനകത്ത് തന്നെ നമ്മളെ ഭയപ്പെടുത്താതിരിക്കുന്നത്, ഞാനൊരു ഒരു ഒരു ഫിയർ മോങ്കറിങ്ങിന് പോകാതിരിക്കാനാണ് ഞാൻ പറയുന്നത്, സ്കെയർ മോങ്കറിങ്ങിന് പോകാതിരിക്കാനാണ് പറയുന്നത്. ഈ പറയുന്ന പ്രൊവിഷൻസിനകത്ത് തന്നെ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള, നമുക്ക് അങ്ങേയറ്റം ഹാർഷ് എന്ന് തോന്നിക്കുമ്പോൾ പോലും അതിനകത്ത് നമുക്ക് ഫേവറബിൾ എന്ന് തോന്നിക്കാം. ഫേവറബിൾ എന്നല്ല, നമുക്ക് ഒരു പക്ഷേ താഴ്ത്തിക്കൊണ്ട് വരുത്താം എന്ന് തോന്നിപ്പിക്കുന്ന ചില പ്രൊവിഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. അതെ അതെ. ഇതിൽ ഇപ്പം ഈ 10 വർഷത്തെ ബേസ് ലൈനിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരാനുള്ള പ്രൊവിഷൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പൊ ആ പ്രൊവിഷൻസ് ഓരോ പ്രൊവിഷനും ഇത്ര വർഷം എന്നാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ B2 ലെവൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊവിഷൻസി നേടുന്ന ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം 1 വർഷം അത് കുറയ്ക്കും എന്ന് പറയുന്നു. അല്ലെങ്കിൽ 125,000 ചില്ലറ സാലറി ഉള്ള ആൾക്ക് വിഷ്ണു B2 അല്ല, C1 ആ പറഞ്ഞിരിക്കുന്നത്. C1, സോറി, മിസ്റ്റേക്ക്. C1 എന്ന് പറയുന്ന അതുപോലെ തന്നെ 125,000 സാലറി കഴിഞ്ഞ 3 വർഷത്തിൽ 3 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 3 years എന്ന് പറയുന്നത് 4 കൺസിക്യൂട്ടീവ് 3 yearsലേക്ക് അഗ്രിഗേറ്റ് ആയിട്ടുള്ള സം ആണോ 125,000 എന്ന് പറയുന്നത്, അതോ ഈച്ച് ഇയർ? യെസ്, ഓക്കെ. ഈച്ച് ഇയർ 125,000 വേണം. അപ്പം ഒരു കെയറർ എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി ഈ പറയുന്ന ഒരു തുക എത്തിക്കാൻ അവരെ കൊണ്ട് പറ്റുന്ന അവരുടെ സാലറി, അതായത് ഗ്രോസ് സാലറി ആണല്ലോ പറയുന്നത്, ബിഫോർ ടാക്സസ് 125,000. അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് എന്തായാലും കിട്ടാത്തൊരു കാര്യമാണ്. അപ്പൊ അവർക്ക് ആ പറയുന്ന പ്രൊവിഷൻ 10 വർഷത്തിൽ താഴേക്ക് എത്തിക്കാനുള്ള കാര്യം നടക്കും എന്നുള്ളത്, ഐ മീൻ ഈ ലാംഗ്വേജ് പ്രൊവിഷൻസിന്റെ ഒരു കാര്യവും ഈ വോളണ്ടറി വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യവും അല്ലാണ്ട് സാലറിന്റെ ബേസിസിലും, കാരണം കൂടുതൽ വർഷങ്ങൾ കുറയ്ക്കാൻ പറ്റുന്ന ഒരു കൺസെഷൻ കിട്ടുന്നത് പറയുന്നത് സാലറിന്റെ ബേസിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ മാത്രമാണ്. മറ്റ് പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രൊവിഷൻസിയും ഈ പറയുന്ന ലാംഗ്വേജ് പ്രൊവിഷൻസിയും വോളണ്ടറിങ് വർക്കുമാണ്. അത് പിന്നെ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് ഈ പറയുന്ന പിന്നെ ILRലേക്കുള്ള പാത്വേയിൽ കുറയ്ക്കുന്നില്ല. ഗണ്യമായിട്ടുള്ള കുറവ് വരുന്നത് എപ്പോഴും ഈ പറയുന്ന സാലറി സ്കെയിലിന്റെ ഇതിലാണ്. അപ്പൊ ആ സാലറി സ്കെയില് ഈ പറയുന്ന പോലെ പിന്നെ ഇവർക്ക് കൂട്ടാനും പറ്റത്തില്ല. 15 വർഷത്തേക്ക് ഈ പറയുന്ന ഒരു എംപ്ലോയറിന്റെ അടുത്ത് നമ്മൾ തളയ്ക്കപ്പെടുകയാണ്. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് കുറയ്ക്കാൻ കൊണ്ടുവന്ന സാധനം ഇതിലും കൂടുതൽ എക്സ്പ്ലോയിറ്റേഷനിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഇവിടെ ഉണ്ടാവും. അതെ വിഷ്ണു, അതിനകത്ത് തർക്കമില്ല. ഇപ്പൊ നമ്മുടെയൊക്കെ തന്നെ പൊതുവെ എടുത്ത് നോക്കിയാൽ ഏതായാലും ഈ 2-3 തരത്തിലാണ് ഈ പറയുന്ന 50,000 പൗണ്ടിന് മേളിലുള്ളത്. IT പ്രൊഫഷണൽസ് വരാറുണ്ട്, ഡെന്റിസ്റ്റുകൾ വരാറുണ്ട്, ഡോക്ടേഴ്സ് വരാറുണ്ട്. അങ്ങനെയുള്ളവർ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി നമ്മുടെയൊക്കെ വലിയ ശതമാനം ക്ലയൻസ് എന്ന് പറയുന്നത് തന്നെ 50,000 താഴെയുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന 12, 82, 13 പൗണ്ട് ശമ്പളം വാങ്ങുന്നവർ തന്നെയാണ്. അവരുടെ കാര്യത്തിൽ വിഷ്ണു പറഞ്ഞത് 100% കറക്റ്റാണ്. ഈ ആകെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് C1 ഉണ്ടെങ്കിൽ കിട്ടാവുന്ന ഒരു വർഷവും വോളണ്ടറി വർക്ക് ചെയ്താൽ കിട്ടാവുന്ന 3 to 5 years എന്നുള്ളതാണ്. ഇപ്പോഴും ഈ വോളണ്ടറി വർക്ക് എന്താണെന്നുള്ളത് എനിക്കും അറിയില്ല. വോളണ്ടറി വർക്ക് ചെയ്താൽ എന്നുള്ളത് പ്രൊവിഷൻ അവർ പറയുന്നു എന്നുള്ള ഒഴിച്ച് അത് എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്കറിയില്ല. അറിയില്ലെന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ അറിയില്ല. അപ്പൊ ടു ബി ഫ്രാങ്ക്, വിഷ്ണു പറഞ്ഞത് ശരിയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ എംപ്ലോയർമാരോട് ഞാൻ 2 രീതിയിൽ അപ്രോച്ച് ചെയ്തിരുന്നു. ചില എംപ്ലോയർമാരെങ്കിലും 100% ഇതിനകത്ത് നമ്മളോടൊപ്പം നിൽക്കാൻ തയ്യാറാണ്. ചില എംപ്ലോയർമാർ വളരെ ഇൻഡിഫറൻ്റ് ആയി പെരുമാറുകയും ചെയ്തു. കാരണം എനിക്ക് 10 വർഷത്തേക്ക് ഒരു സ്റ്റാഫിനെ കിട്ടുകയാണല്ലോ. അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയും ചെയ്തു. ആളുകൾ തിരിച്ചു പോയാൽ എന്ത് ചെയ്യും? ഇത്രയും സ്റ്റാഫ് നിങ്ങൾക്ക് നിൽക്കുമെന്ന് ഉറപ്പുണ്ടോ? തിരിച്ചു പോയിക്കൂടെ? ഒരു എക്സഡസ് ഉണ്ടായിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവർ ആലോചിക്കാമെന്ന് പറയുന്നുണ്ട്. ഒരു കെയർ ഹോം എംപ്ലോയറുടെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ അതിന് പ്രോസും കോൺസും ഉണ്ട്. അത്രയും കാലം ലൈസൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, അത്രയും കാലം ഇമിഗ്രേഷൻ സ്കിൽ സർചാർജ് അടയ്ക്കണം. പക്ഷെ സ്റ്റാഫിനെ റീറ്റെയിൻ ചെയ്യാം എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. ശരിയാണത് ചോദ്യം?
അതിലൊരു സംശയം ഇതിനകത്തൊക്കെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പൊ ഇവർക്ക് റിഫോം പാർട്ടി വന്നത്, ഞാനിത് പൊളിറ്റിക്സ് സംസാരിക്കാൻ വേണ്ടി സംസാരിക്കുന്നില്ല, പക്ഷെ അത് ചർച്ച ചെയ്യാണ്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. കാരണം റിഫോം പാർട്ടി വന്ന് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് ലേബർ പാർട്ടിക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു നിയമത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുന്നത്. ഉം. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇപ്പൊ നമ്മള് പിന്നെ എന്താ പറയാ, ഞാൻ പറയാൻ വന്ന കാര്യം വിട്ടു പറയാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ, ഞാനത് ഓർക്കുമ്പോൾ ഞാൻ പറയാം. അല്ല, വിഷ്ണു പറഞ്ഞോളൂ. കാരണം ഇതിനകത്ത് രാഷ്ട്രീയം പറയാതെ ഈ വിഷയത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല. തൽക്കാലം ഈ പറയുന്ന ഞാനായിട്ട് രാഷ്ട്രീയം എടുത്തിടാതെ വിഷ്ണുവായിട്ട് ഇത് പറഞ്ഞത് നന്നായി. അവിടെയും എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, സർക്കാർ എറിയാവുന്നതിന്റെ അങ്ങേയറ്റം എറിഞ്ഞു നോക്കുകയാണ് അവരെ കൊണ്ട് പോസിബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ വർക്കബിലിറ്റിയെ കുറിച്ചും ഇതുണ്ടാകുന്ന എംപ്ലോയ്മെന്റ് ഇമ്പാക്റ്റിനെ കുറിച്ചും എംപ്ലോയർക്ക് ഉണ്ടാക്കാവുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചും ഒക്കെ. ഉദാഹരണം, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ഓഫീസ് ഷോപ്പിൽ ഒരാളെ നിർത്തണമെങ്കിൽ 50,000 പൗണ്ട് കൊടുക്കണം. അത്രയും വിറ്റുവർ ആ കടയ്ക്ക് ഉണ്ടാവണമെന്നില്ല. ഈ പറയുന്ന റെസ്റ്റോറൻറ്റുകൾക്ക് ഷെഫിനെ കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ട്. പല ജോലികൾക്കും ഈ ബുദ്ധിമുട്ടുള്ള കാര്യം സർക്കാർ അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇവരിത് എറിഞ്ഞു നോക്കുകയും ഒരു ലീഗൽ സ്ക്രൂട്ടനിയിൽ ഫെയിൽഡ് ആകും എന്ന് കരുതിയാണ് ഞാനും ഇരിക്കുന്നത്. അതെ സാറേ, ഞാനൊരു കാര്യം ഞാൻ സംസാരിക്കട്ടെ. അപ്പൊ അവിടെ ഈ പറയുന്ന ഇമോഷണൽ, അതായത് ഇതിന്റെ ഈ കെയർ വർക്കർ വിസയിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ആളുകളും ലോ എഡ്യൂക്കേഷൻ ഉള്ള ആളുകളാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഉള്ള ആളുകൾ ഒരു നല്ല വിഭാഗം ഇതിനകത്ത് വന്നിട്ടുണ്ട്. പ്രോപ്പർ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം അവര് അസൈലം പോലും എടുക്കാണ്ട് അവര് ഒരു ജോലി ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് ഇവിടെ എത്തി ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ്. ആ പറയുന്ന ആളുകളെ പിന്നെ അവർക്ക് തിരിച്ചു പോകാൻ വേറെ ഒരു മാർഗം ഉണ്ടാവില്ല. അവർ ഇതിൽ ഈ 15 വർഷമാക്കിയാലും കടിച്ചു തൂങ്ങി ഇവിടെ നിൽക്കും എന്നുള്ള ഒരു ഇമോഷണൽ ആ ഒരു പോസിബിലിറ്റിനെ പിന്നെ വല്ലാണ്ട് ചൂഷണം ചെയ്യുന്ന ഒരു 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 പ്രപ്പോസൽ അല്ലേ ഇത് ശരിക്കും? വിഷ്ണു, 15 വർഷം എന്ന് പറയുന്നത് ഫാക്ച്വലി കറക്റ്റ് അല്ല. 10 വർഷത്തിൽ ഒരു ദിവസം കൂടാനുള്ള പ്രൊവിഷൻ ഇതിനകത്ത് ഇല്ലെന്ന് മാത്രമല്ല, 10 വർഷത്തിൽ നിന്ന് 3ഓ 5ഓ കുറയാനുള്ളത് ഇതിനകത്തുള്ളൂ. അപ്പൊ 10 കടന്നു പോകുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. എങ്ങനെയാണ് വിഷ്ണു അതിനകത്ത് 15 എന്ന് പറഞ്ഞത്? എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല, പിന്നെ ലോ സ്കിൽഡ് വർക്കേഴ്സ് ആയിട്ടുള്ള കെയർ വർക്കേഴ്സ് പോലുള്ള ആളുകൾക്ക് 15 ഇയേഴ്സിലേക്കുള്ള ഒരു സെറ്റിൽമെന്റ് എന്നുള്ള രീതിയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. അത് ബേസ് ലൈനിൽ നിന്നുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ലാതെയാണത്. ഓക്കെ. അപ്പൊ നവീൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നമുക്ക് തൽക്കാലം നമ്മൾ ഇതിനകത്തൊരു ആവശ്യമില്ലാതെ നമ്മൾ ഓഫ്കോഴ്സ് നമ്മൾ കൺസൾട്ടേഷനിൽ ഇടപെടുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോഴും 10-5 എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ അവിടെ ഇരിപ്പുണ്ട്. 10 വർഷം ബേസ് ലൈൻ ഇടുന്നു. കെയർ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പക്ഷേ വോളണ്ടറി വർക്കും നല്ല ലാംഗ്വേജ് സ്കിൽസും ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന 5 വർഷമോ 7 വർഷമായിട്ട് കുറയ്ക്കാനുള്ള പ്രൊവിഷൻ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു. അതിലൊരു കൺസേൺ ഉള്ളത് അവരെ പറയുന്നുണ്ട്, വൺ ഓഫ് ദ ലിസ്റ്റ് കൺസിഡറേഷൻ വുഡ് ബി അപ്ലൈഡ് ഇൻ ദ കേസ് ഓഫ് എനി സിംഗിൾ അപ്ലിക്കേഷൻ. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു കൺസിഡറേഷനെ അവർ അപ്ലൈ ചെയ്യുള്ളൂ, എടുക്കുള്ളൂ. അതെ. അതായത് വോളണ്ടറിക്ക് 3 വർഷം തന്നിട്ട് പിന്നീട് C1-ന് 1 വർഷം കൂടെ എക്സ്ട്രാ തരില്ല. ഇല്ല, അത് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ ഏതാണ് ഹയർ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് വോളണ്ടറി വർക്കിലാണെങ്കിൽ നമുക്ക് 3 to 5, അതെ കൺസൾട്ടേഷൻ ആയിരിക്കുന്നത് 3 വേണോ 5 വേണോ എന്നുള്ളത്. അത് ചിലപ്പോൾ 3 ആയിരിക്കാം, 5 ആയിരിക്കാം. ആ 5 വെച്ച് നമുക്ക് കുറയ്ക്കാൻ പറ്റും. 10-ന്ന് 5-ലേക്ക് കുറയ്ക്കാം. നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇത് ഇങ്ങനെ തന്നെ നടപ്പാക്കുകയാണെങ്കിൽ പോലും വോളണ്ടറി വർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. അതൊരു പക്ഷെ നമ്മുടെ ഈ പറയുന്ന പ്രൊബേഷൻ ഓഫീസർ വഴി വോളണ്ടറി വർക്കിന് പോകുന്നത് പോലെ വല്ല ആണോ എന്നറിയില്ല. അത് ലോക്കൽ കൗൺസിലുമായിട്ട് എൻഗേജ് ചെയ്തിട്ടാണോ എന്നറിയില്ല. എന്നിരുന്നാൽ പോലും ആ പ്രൊവിഷൻ നിലവിലെ നിയമം വായിക്കുമ്പോൾ അത് വളരെ റെലവന്റ് ആണ്, നമുക്ക് സഹായകരമാണ്. ഓൾറെഡി സാറേ ഒരു ചെറിയൊരു വേറൊരു ടൈപ്പ് ഓഫ് ഇതിൽ ചോദിക്കുകയാണ്. ഓൾറെഡി നമ്മൾ ഈ 10-year റൂട്ടിലുള്ള ആൾക്കാരെ ആ ഒരു ഇത് ഇപ്പൊ അവർ എടുത്തു കളഞ്ഞു എന്ന് കൂടി ആ ഒരു ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ 2017 വന്നതാണ്. ഞാൻ ILR ആയിരുന്നു. ഗ്ലോബൽ മൊബിലിറ്റി മൂവ് ചെയ്ത് ഇപ്പോൾ 7.5 കൊല്ലം ഗ്ലോബൽ മൊബിലിറ്റിയിലായിരുന്നു. ഇപ്പൊ ഞാൻ Tier 2-ലേക്ക് മാറിയതാണ്. അപ്പൊ ഞാൻ ഓൾറെഡി 10-year റൂട്ടിലായിരുന്നു. അപ്പോൾ ഈ പുതിയ ചേഞ്ചസ് അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, 10-year ലോങ് റെസിഡൻസി റൂട്ട് എന്നുള്ളത് ഇനി ആവശ്യമില്ല അന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ടേബിൾ 1-ലേക്ക് റെഫർ ചെയ്തിട്ട് പറഞ്ഞു അതിലുള്ള വിസകൾ മാത്രമേ ILRക്ക് ലീഡ് ചെയ്യുള്ളൂ എന്നുള്ളത്. അപ്പോൾ എന്തായിരിക്കും ഈ ഗ്ലോബൽ മൊബിലിറ്റി വിസയുള്ള ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇല്ല രഞ്ജിത്ത്, ഇപ്പം ആസ് ഓഫ് നൗ 2017 വന്നു എന്ന് പറയുമ്പോൾ 2027 ഈ പറയുന്ന ZLR വെക്കാൻ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയായിരുന്നു അല്ലേ? അതെ. ഇല്ല, അതിന്റെ ഈ പറയുന്ന എനിക്കൊരു ഗസ് വർക്ക് നടത്താൻ ബുദ്ധിമുട്ടാണ് അതിനകത്ത്, ഇതെങ്ങനെ പോകും എന്നുള്ളത്.
കാരണം ഇവർ ഈ പറയുന്ന 10-year റൂട്ട് നിലവിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു പക്ഷേ എൻ്റെ ബോധ്യം അനുസരിച്ചാണെങ്കിൽ ബ്രൂസിന് വേണേൽ തിരുത്താൻ കേട്ടോ, നമ്മുടെ ഈ പറയുന്ന 2.5 yearsന്റെ ഈ 30 months പറഞ്ഞിട്ട് അങ്ങനെ 4 വർഷമായിട്ട് പോകുന്ന ഈ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് വരുന്ന 10-year റൂട്ട് ഉണ്ട്. ആ 10-year റൂട്ട് പോലെ തന്നെ ആയിരിക്കുമോ നിങ്ങളെ കൺസിഡർ ചെയ്യാന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ കണക്കൂട്ടിനനുസരിച്ച് ഒരു പക്ഷേ 2027 ക്യുമുലേറ്റീവ് 10 years പാസ്സായി പോകണം എന്നാണ് എൻ്റെ വിചാരം. ക്യുമുലേറ്റീവ് 10 years എപ്പോഴും ഉണ്ടാവുമോ? കാര്യം അവരത് മറ്റിച്ച് പറയുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാണ് എൻ്റെ ഗസ് വർക്ക്. അത് മാറ്റാനുള്ള ചാൻസ് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം 10 years ആകുമ്പോൾ 10 years ഒരു എക്സംഷൻ എടുക്കാതെ നിൽക്കുന്ന ഒരാൾക്ക് 10 years ILR കിട്ടുമ്പോൾ അവർക്ക് 2 റൂട്ടിലും അപ്ലൈ ചെയ്യാലോ. ഒന്ന് സ്കിൽ വർക്കർ റൂട്ടിലും അപ്ലൈ ചെയ്യാം, ഒന്ന് ലോങ് റെസിഡൻസിലും ചെയ്യാം. പക്ഷെ സ്കിൽ വർക്കർ എനിക്ക് 2.5 കൊല്ലം ആയിട്ടുള്ളൂ. ഞാൻ 7.5 കൊല്ലം ഞാൻ ഗ്ലോബൽ 9 കൊല്ലമാണല്ലോ ഗ്ലോബൽ മൊബിലിറ്റി മാക്സിമം ഉള്ളത്. അതെ, അതിൽ 7.5 കൊല്ലം, അതിനുശേഷം 2.5 കൊല്ലമാണ് ഞാനിപ്പോ അതിലാണ് ഇപ്പോ ഉള്ള സ്കിൽ വർക്കിലുള്ളത്. പക്ഷെ അത് അവര് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും അവര് ഡിസൈഡ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലോങ് റെസിഡൻസി മാറ്ററിൽ. ആ മൊത്തം ഡോക്യുമെന്റും എല്ലാം ഡിസ്കസ് ചെയ്യുന്നതും പക്ഷേ ഇപ്പോൾ ഉള്ള ഓൾറെഡി 10-year റൂട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് അതിനകത്ത് ആ ഒരൊറ്റ സെന്റൻസ് മാത്രമേ പറയുന്നുള്ളൂ. അതോടുകൂടി നമ്മൾ എന്താന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ലോങ് ഡിസ്റ്റൻസ് ഇത് സത്യത്തിൽ ഇതൊരു പ്രസംഗത്തിന്റെ ബാക്കി മാത്രമാണ് രഞ്ജിത്ത്. ഓക്കെ, ഇതൊരു പ്രസംഗത്തിനകത്ത് പറയുന്നത്, നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും തെറ്റും ശരിയും ഒക്കെ സംഭവിക്കാം. പക്ഷെ അതൊരു ഈ രഞ്ജിത്തിന്റെ സ്പെസിഫിക് ആയ ചോദ്യത്തിന് നിയമം വരാതെ ഉത്തരം പറയാൻ കഴിയില്ല. മനസ്സിലായി. അല്ല, ഞങ്ങളെ പോലെ ഒരുപാട് പേരുണ്ട് അങ്ങനെ ഗ്ലോബൽ മൊബിലിറ്റിയിൽ മാറി ഒരുപാട് പേരുണ്ട്. ശരി, താങ്ക് യു സാറേ. എനിക്കൊരു ചോദ്യമുണ്ട്. ഞാൻ ഈ ഡിപ്പെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പൊ നമ്മളെ ഡിപ്പെൻഡൻസിനെ ഇപ്പൊ NHSന്റെ നഴ്സസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇപ്പം അഡൾട്ട് ഡിപ്പെൻഡന്റിന് അവരെ പ്രത്യേക പാത്വേ ഫോളോ ചെയ്യുന്ന പറയുന്നത് 10 years വരെയുള്ള ബേസ് ലൈൻ. ഇപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് 18 വയസ്സിൽ താഴെയാണെങ്കിൽ പാരൻസിന്റെ കൂടെ അവർ എലിജിബിൾ ആവുന്നു. 18 വയസ്സിന് മുകളിലാണെങ്കിൽ ഒരു കട്ട് ഓഫ് പീരീഡ് വെച്ചുകൊണ്ട് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നാണ് പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെയായിരിക്കും ഇത് എഫക്ട് ചെയ്യുക? പേജ് നമ്പർ 26 അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഞാനത് പറയാൻ കാരണം ഞാൻ മുമ്പേ പറഞ്ഞ എല്ലാ ഇൻഡിവിജ്വൽസിനെയും 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരെയും ഇൻഡിവിജ്വലി അസസ് ചെയ്യാനാണ് തീരുമാനിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാ പറയുമ്പോൾ ഒരാൾക്ക് ഒരു വലിയ ബാങ്കിന്റെ CEO ആണ്, അവർക്ക് ഈ പറയുന്ന 200,000 pounds സാലറി ഉണ്ടെന്ന് കരുതിക്കുള്ളൂ. വൈഫിന് ജോലി ഇല്ലെങ്കിൽ വൈഫ് ഇൻഡിവിജ്വലി അസസ് ചെയ്യുമ്പോൾ ഫെയിൽഡ് ആവുന്നുണ്ടല്ലോ. അവർ ബെനിഫിറ്റ് എടുക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ഫെയിൽഡ് ആവുന്നുണ്ടല്ലോ. ഇത് തന്നെ ആയിരിക്കണം ഈ പറയുന്ന ഇപ്പം ഒരു വലിയ കമ്പനിയുടെ ഇപ്പൊ HSBCയുടെ CEOയ്ക്കും ഭാര്യയ്ക്ക്, ഞാൻ ഒരു ഉദാഹരണം പറയാണ്. നാളെ എന്നോട് HSBCയുടെ CEOയ്ക്ക് വർക്ക് പെർമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരും കമന്റ് ചെയ്യരുത്. അങ്ങനെ ഒരാൾക്ക് പോലും ഈ പറയുന്ന അവരുടെ സ്പൗസിന് എംപ്ലോയി കോൺട്രിബ്യൂഷൻ കൊടുക്കാതെ അവരൊരു ഹൗസ് വൈഫായിട്ടോ ഹൗസ് ഹസ്ബൻഡായിട്ടോ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി അസസ് ചെയ്യുമ്പോൾ ഫെയിൽഡ് ആവും. ഈ പറയുന്ന ബെനിഫിറ്റ് ഐ മീൻ ഈ ഡിസ്കൗണ്ട്സ് കിട്ടാതിരിക്കുമെന്നുണ്ടെങ്കിൽ അത് NHSനും ആപ്ലിക്കബിൾ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഞാൻ അതിന് അങ്ങനെയാണ് ഞാൻ നോക്കിക്കാണുന്ന രീതിയാണ് പറയുന്നത് ജിതേഷ്. ആ ഒരു പാരഗ്രാഫിൽ അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് 18 വയസ്സിന് മുമ്പേ ഒരു ലീഗൽ ഒരു ചൈൽഡ് ഡിപ്പെൻഡന്റ് ആയിട്ടാണ് എൻട്രി ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഞാൻ മനസ്സിലാക്കിയാണ് സാർ. എനിക്കറിയില്ല, കാരണം എനിക്ക് ടെർമിനോളജി അറിയില്ല. ഈ പറയുന്ന വൺസ് എ ചൈൽഡ് ഓൾവേസ് എ ചൈൽഡ് എന്ന് പറയുന്ന ഒരു ഒരു ലീഗൽ പ്രിൻസിപ്പിൾ ഉണ്ട്. ഉദാഹരണം, നമ്മളിപ്പോ ഈ നിയമങ്ങളൊക്കെ മാറിയില്ല എന്ന് കരുതിക്കോളൂ, മാറിയിട്ടില്ല എന്ന് കരുതിക്കോ. ഒരു ഈ പറയുന്ന അച്ഛനും അമ്മയും കുട്ടിയും കൂടെ ഈ പറയുന്ന കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു കരുതുക. അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് ഈ പറയുന്ന 16 വയസ്സാണെന്നുണ്ടെങ്കിൽ കുട്ടിയായിട്ട് തന്നെ കാണും. 23 വയസ്സായാലും അല്ലെങ്കിൽ 21 വയസ്സായാലും 5 വർഷം കഴിഞ്ഞ് PR-ന് പോകുമ്പോൾ അങ്ങനെയാണ് അതിനെ കണ്ടുകൊണ്ടിരുന്നത്. ആ റൂള് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളതാണ്. പക്ഷെ ക്രിമിനാലിറ്റിയുടെ കാര്യത്തിൽ മാത്രമാണ് അതിനകത്ത് വ്യത്യാസം ഉണ്ടാവാൻ സാധ്യത. അവിടെയും ഞാൻ എൻ്റെ ഒരു ഗസ് വർക്ക് നടത്തുന്നത്, അമ്മ NHS നേഴ്സാണെന്ന് കരുതുക. അമ്മ 5 വർഷം കൊണ്ട് വർക്ക് പെർമിറ്റിൽ നിന്ന് സ്കിൽഡ് വർക്കറിലേക്ക് ഈ ഡിസ്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ILR ആയി എന്നും കരുതുക. അച്ഛന് 10ാം വർഷം ആകുമെങ്കിൽ കുഞ്ഞ് അച്ഛൻ്റെ ഒപ്പമേ പോകാൻ കഴിയുമെന്നാണ് എൻ്റെ വിചാരം. ഇപ്പോഴത്തെ നിയമം അതാണ്. അപ്പം ഇപ്പോൾ എന്താണ്, അച്ഛനും അമ്മയ്ക്കും 5 വർഷം എന്ന് പറയുന്ന സ്റ്റിപ്പുലേറ്റഡ് ടൈം ഉണ്ട്. മറ്റേത് അച്ഛനൊരു എക്സ്റ്റൻഷൻ വന്നു പോയാൽ അച്ഛന് 10 വർഷമോ 15 വർഷമാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് അച്ഛനോടൊപ്പം മാത്രമേ ILR എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അസസ്മെന്റ് അതിനകത്ത്.
സാർ ഇപ്പൊ പറഞ്ഞു വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പൊ ILR ഈ കുട്ടിക്ക് ILR കിട്ടണമെങ്കിൽ അച്ഛനും അമ്മക്കും ILR അതേസമയം കിട്ടണം എന്ന് നിർബന്ധമുണ്ടോ? ഇപ്പോഴത്തെ ഉണ്ട്. പ്രകാരമുണ്ട്. അതായത് ഇപ്പം അച്ഛനോ അമ്മയോ സിറ്റിസൺ ആണെങ്കിൽ പോലും ഉണ്ടാവില്ല. 2 പേരൻസിനും മിനിമം ILR ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഒരു പേരന്റ് മാത്രം ILR വിഡ്രോ ചെയ്ത് മാറി നിൽക്കാൻ പറ്റില്ല? ഇല്ല. ഒരുപാട് പേര് പലപ്പോഴും പൈസ കളയുന്നത് അങ്ങനെയാണ്. ഇപ്പം അച്ഛനും അമ്മയും കുട്ടിയും ഉണ്ടാവും. കുട്ടി കുഞ്ഞു ചിലപ്പോൾ 5 വർഷമായിട്ട് UK ഉണ്ടാവും. എന്തെങ്കിലും കാരണവശാൽ അച്ഛൻ ഈ പറയുന്ന ILRന് അപ്ലൈ ചെയ്തില്ലെങ്കിൽ അമ്മയ്ക്ക് കിട്ടിയിട്ട് കുഞ്ഞിന് അപ്ലൈ ചെയ്യുമ്പോൾ റിജക്റ്റഡ് ആവും. കാരണം ബോത്ത് പേരൻസിന് എടുത്ത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സോൾ റെസ്പോൺസിബിലിറ്റി ഫോർ അപ്ബ്രിങ്ങിങ് ഉണ്ടാവണം. ഓക്കെ. അങ്ങനത്തെ ഒത്തിരി മെഡിക്കൽ റീസൺ വെച്ചിട്ടൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ടോ എന്ന് കേട്ടു. അങ്ങനെയുള്ള ഒരു ഇതിനകത്തുണ്ടോ? ഇത് ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഏതാണ് ബ്രോസ്? ഞാൻ മാത്രം പറയണ്ട, ബ്രോസ് മുമ്പോട്ട് വന്നോളൂ കേട്ടോ. അല്ല, ഞാനിത് പറയാൻ തുടങ്ങിയത് ഇത് നേരത്തെ ജിതേഷ് പറഞ്ഞ ഒരു മാറ്ററിൽ ഒരു എക്സാമ്പിൾ ആണ്. ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള, അതായത് ഹസ്ബൻഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഡിപ്പെൻഡന്റ് ഹസ്ബൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പാസ്സാകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ അത് ILRന് 10 ഇയേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ കൊച്ചിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കൊച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാണ്. അവര് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് സംസാരിച്ചു. ഡിസ്ക്രിപ്ഷൻ പോലും ഹോം ഓഫീസ് എഗെയിൻസ്റ്റ് ആയിട്ടേ അപ്ലൈ ചെയ്യുള്ളൂ ഇപ്പോഴത്തെ റൂള് വെച്ചിട്ട്. എനിക്കൊന്ന് വേറെ 1-2 പേരും കൂടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് നവീൻ. എനിക്കൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നേ. എന്റെ പേര് നവീൻ എന്നാണ്. ഞാൻ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടായിരുന്നേ. ഞാൻ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സോളിസിറ്റേഴ്സ് എന്താണ് പറയുന്നതെന്നുള്ളത് കേൾക്കണമെന്നുണ്ട്. നമുക്ക് ഒരു Q&A ഇതിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചുകൂടെ കൺവീനിയന്റ് എന്ന് തോന്നുന്നു. അതുപോലെ നവീൻ ഹരി ഒരു കാര്യം ചെയ്യണം, ചാറ്റ് ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് അവിടെ ഇടാൻ പറ്റും. പല ക്വസ്റ്റ്യൻസും കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ അത് നവീനോ അല്ലെ കുര്യൻ ചേട്ടനോ മറ്റേ സോളിസിറ്റേഴ്സിനൊന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം അഡ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിലവിൽ എനിക്ക് തോന്നുന്ന 98 മെമ്പേഴ്സ് ഉണ്ട്. 99 പേരും അവരുടെ ക്വസ്റ്റ്യൻസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സോളിസിറ്റേഴ്സിന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അത് ഞാൻ മെസ്സേജ് ഇടാം. അപ്പൊ അതേ കാര്യം കോമൺ ആയിട്ട് മറ്റു പലർക്കും ഉണ്ടാവും. അപ്പൊ അത് ആ ചാറ്റ് വിൻഡോ ഒന്ന് ഓപ്പൺ ആക്കി ഇടുവാണെങ്കിൽ, അത് നവീൻ ഹരി അത് ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിനകത്ത് മെസ്സേജ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മറ്റേ നമ്മുടെ സോളിസിറ്റേഴ്സ് അവർ സംസാരിക്കട്ടെ, അവർ ഈ പ്രൊപ്പോസലിനെ കുറിച്ച് അവർ സംസാരിക്കട്ടെ. ഇപ്പം നമ്മൾക്ക് അറിയാവുന്ന കൂടുതൽ അവർക്ക് അറിയാമല്ലോ. അപ്പൊ അവർ സംസാരിക്കട്ടെ. അവർ പറഞ്ഞത് കേട്ടതിന് ശേഷം ഈ Q&Aയിൽ വരുന്ന ഈ ചാറ്റ് വിൻഡോയിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് അഡ്രസ് ചെയ്യുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകത്തേ ഉള്ളൂ. നമുക്കതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയി നടക്കുകയില്ല. അതിനകത്ത് മറ്റൊന്ന് പറയട്ടെ. ഇവിടെ ഈ വിഷയത്തിൽ നമ്മൾ എല്ലാവരും ഒരേപോലെയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇരുണ്ട മുറിയിൽ കറുത്ത പൂച്ചയെ തേടുന്നത് പോലെയാണ് നമ്മൾ എല്ലാവരും തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ നമ്മളൊരു മുകളിലും താഴെ നിന്നിട്ട് ചോദ്യങ്ങൾ വേദിയും സദസ്സും പോലെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനേക്കാണ് നല്ലത് ഇതിനകത്ത് ഏത് അഭിപ്രായത്തിനും വിലയുണ്ട്. അതൊരു അഭിപ്രായമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഒരു ചോദ്യോത്തരം രീതിക്ക് പകരം ഒരു അഭിപ്രായമായിട്ട് കൂടെ പറയുമായിരുന്നെങ്കിൽ നമുക്കും ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാനുണ്ടല്ലോ ഇതിനകത്ത്. ഞാൻ കാണുന്ന പോലെ ആവണമെന്നില്ല നവീൻ ആ വിഷയത്തെ കാണുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വിഷയത്തെ അപ്രോച്ച് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. ആർക്കും ഇതിനകത്ത് ഇപ്പൊ നാളെ എന്റെ സ്ഥാനത്ത് ഇവിടെ ഷബാന മഹമ്മൂദ് ഇരുന്നാൽ പോലും അവർക്കും ഇതിൽ പൂർണ്ണമായ ഒരു ഉത്തരമില്ല. ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഓരോ പെർസെപ്ഷൻ പറയുമ്പോൾ ഏതൊരാളുടെ പെർസെപ്ഷനും നമുക്ക് വാല്യുബിൾ ആണ്. മാത്രമല്ല നാളെ ഒരു ഈ പറയുന്ന ഒരു കളക്റ്റീവ് ലീഗൽ ആക്ഷനിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് പൊസിഷൻ എടുക്കണം, എന്ത് ഡിസ്കസ് ചെയ്യണം, അതിനകത്ത് ഏതൊക്കെ നമുക്ക് എടുക്കാം, ഏതൊക്കെ എടുക്കേണ്ട, ഏതൊക്കെ ഹ്യൂമൻ റൈറ്റ്സിന്റെ പേർവ്യൂവിൽ വരും, ഏതൊക്കെ ഈ പറഞ്ഞ ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷന്റെ പേർവ്യൂവിൽ വരും എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് ഈ ചോദ്യോത്തരം, വ്യക്തിപരമായ ചോദ്യോത്തരങ്ങളെക്കാളും പൊതുവായിട്ട് ഇതിന്റെ ടോട്ടാലിറ്റിയിൽ എടുത്തിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഗുണം ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണെങ്കിൽ ഇപ്പം അങ്ങനെ ഓരോരുത്തരായിട്ട് ചോദിച്ചു പോവുകയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് ചോദിക്കട്ടെ. കാരണം എനിക്ക് തോന്നുന്നത്, ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 99 പേരും ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സമയം ഈ മീറ്റിങ്ങിന് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പറഞ്ഞ എങ്കിലും എനിക്ക് ജെന്യുവൻ ആയിട്ട് തോന്നിയ ചില കാര്യങ്ങൾ ഞാനൊന്ന് ചോദിക്കാം. 2-3 കാര്യങ്ങൾ.
ഒന്ന് ഇപ്പൊ ഈ ജൂലൈ 2028 ശേഷം കേരളമാർക്ക് വിസ റിന്യൂവൽ ഉണ്ടാവില്ല എന്നുള്ളത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ 25 ജൂലൈയിൽ അവർ അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അല്ല, ഈ ഉണ്ടാവും ആ തന്നെയാണ്. അത് അത് ഹോം ഓഫീസിന്റെ സെമിനാറിൽ നമ്മൾ അറ്റൻഡ് ചെയ്തപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ തന്നെ പറഞ്ഞത്, ഉം. നിലവിൽ അതിലേക്ക് സ്വിച്ച് ചെയ്യുന്നവർ ആ ട്രാൻസിഷൻ അറേഞ്ച്മെന്റ് 2028 വരെ ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഇന്ന് പോലും നമ്മളൊക്കെ പോസ്റ്റ് വർക്കിൽ നിൽക്കുന്ന സ്റ്റുഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ 3 മാസമായിട്ട് ഒരു എംപ്ലോയറുടെ അടുത്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്വിച്ചിങ് ഇമിഗ്രേഷൻ കാറ്റഗറി നടക്കുന്നുണ്ട്. ഉണ്ടല്ലോ. അങ്ങനെ വന്നവർക്ക് 2028 എക്സ്റ്റൻഷൻ പോസിബിൾ ആണ്. അതായത് നിലവിൽ ഔട്ട്സൈഡ് ദ കൺട്രിയിൽ നിന്ന് ഡിഫൈൻഡ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് UK ഒരാൾ 6135 6136 എന്ന് പറയുന്ന കേരള കാറ്റഗറിയിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെ പുതുതായി ഒരാൾ ഇവിടുത്തെ മറ്റൊരു ഇമിഗ്രേഷൻ കാറ്റഗറിയിൽ നിന്ന് കേരളത്തിലേക്ക് പോകുന്നതാണ് 2008 ക്ലോസ് ചെയ്യുന്ന റൂട്ട് എന്ന് പറയുന്നത്. അല്ലാതെ കേരളായി ഒരാൾ മാറി ഒരാളെ സംബന്ധിച്ചല്ല. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പുതിയ, കാരണം ഇത് കോൺട്രഡിക്ടറി ആണ്. കാരണം ഞാൻ അങ്ങനെയാ വിചാരിച്ചത്, 28 വിസ റിന്യൂവൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ 10 ഇയേഴ്സും 15 ഇയേഴ്സും ഇവിടെ ഈ വിസയിൽ നിൽക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ഞാൻ ആലോചിച്ചത്. വിസ റിന്യൂവൽ അല്ല, ആ വിസയിലേക്ക് പുതുതായി ഒരാൾക്ക് വരാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഓക്കെ ഓക്കെ നമ്മൾ ഇന്ന് വർത്തമാനം പറയുമ്പോഴും ഈ പറയുന്ന 3 മാസമായിട്ട് കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന, ഇന്ന് ഞാൻ 2 ആപ്ലിക്കേഷൻ ഞാൻ ഇട്ടിട്ടുണ്ട് പോർട്സ്മൗത്ത് ഒരു ഹോമിൽ. എങ്ങനെയാണ് പോസ്റ്റ് വർക്കിൽ നിൽക്കുന്ന കുട്ടികളാണ്. അവർ കോഴ്സ് കഴിഞ്ഞ് ഇപ്പൊ വിസ തീരാറായി 6 മാസം 7 മാസമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് ഇപ്പോഴും പോസ്റ്റ് വർക്കിൽ നിന്ന് കെയറിലേക്ക് മാറാമല്ലോ എന്ന് പറയുന്നത് പോലെയാണ് 2028 അത്തരം ഒരാൾക്ക് കെയറായിട്ട് മാറാൻ കഴിയില്ല. നിലവിൽ കെയറായ ഒരാൾക്ക് 28 കഴിഞ്ഞാലും കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയും. ഓക്കെ. എന്റെ ശരിയല്ലേ? അതെ അതെ. ഓക്കെ. ഞാൻ എന്നാ അടുത്ത എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു സംശയമാണ്. അതായത് നമ്മൾ ഇപ്പം നിലവിൽ ഇതിപ്പോ ഒരു പ്രൊപ്പോസലാണ്. അപ്പം ഞാൻ കേട്ടെടുത്തോളം, അത് ശരിയാണോന്ന് അറിയത്തില്ല, കേട്ടെടുത്തോളം ഈ പ്രൊപ്പോസല് അവര് മറ്റേ കൺസൾട്ടേഷനും ഇതും എല്ലാം ഇതിന്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ഈ പ്രൊപ്പോസൽ അവര് ഏപ്രിലിൽ അത് മറ്റേ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിൽ കൂടെ അത് നിയമമായി തന്നെ കൊണ്ടുവരും എന്നാണ് കേൾക്കുന്നത്, ഞാൻ അറിഞ്ഞത്. അത് ശരിയാണോന്ന് അറിയത്തില്ല. അങ്ങനെ വന്നാല് നമുക്ക് പിന്നെ ഇതിനെ കോർട്ടിൽ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? ഒന്ന്. രണ്ട്, ഇത് ഈ പ്രൊപ്പോസലിനെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുമോ, കോർട്ടിലേക്ക് എടുക്കാൻ പറ്റുമോ? അതായത് കാരണം ഇതിനകത്തൊരു നിലവിലൊരു പ്രൊപ്പോസലാണ്. നമുക്ക് അൾട്ടിമേറ്റ്ലി ഇപ്പം നിയമം പറയുന്നത് ഈ ഒരു നിയമം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഹാം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കോടതിയുടെ മുമ്പിൽ ഇത് ആവുള്ളൂ എന്നുള്ള ഒരു സംഭവമാണ് ഞാൻ അറിഞ്ഞത്. ഈ പ്രൊപ്പോസൽ നമുക്കത് പ്രിമച്ചുർ ആയതുകൊണ്ട് ചലഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നവീൻ പറഞ്ഞത് എക്സാക്ട്ലി സെയിം പോയിന്റ് തന്നെയാണ്. കാരണം അത് നിയമമായിട്ട് വരാതെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഞാൻ നേരത്തെ സംസാരിച്ചത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ആയിട്ടായിരിക്കും ഇത് കൊണ്ടുവരുന്നുണ്ടാവുക. അങ്ങനത്തെ ഒരു കേസിൽ തീർച്ചയായിട്ടും അത് കോടതി ചലഞ്ച് ചെയ്യാൻ പറ്റും. പാർലമെന്റിന്റെ ഒരു ആക്ട് ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് പറ്റത്തില്ല. ഇത് ഈ പോക്ക് കണ്ടിട്ട് ഇത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ആയിട്ട് തന്നെയാണ്. കാരണം അവര് ഒരു ILRന്റെ ഒരു ക്വാളിഫയിങ് പീരീഡ് മാറ്റാൻ വേണ്ടി ഒരു ഇമിഗ്രേഷൻ ആക്ട് പൊളിച്ച് എന്തായാലും ചെയ്യത്തില്ല. പാർലമെന്റ് അതിന് നിൽക്കും തോന്നുന്നില്ല. ഇത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ആയിരിക്കും. അത് ഈസി ആയിട്ട് ചലഞ്ച് ചെയ്യാനും പറ്റും. ആ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലീഗൽ പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻ. നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. നമ്മളിവിടെ വന്നത്, നമ്മളെല്ലാം നമ്മുടെ നാടും എല്ലാം വിട്ട് ഇവിടെ വന്നത്, നമ്മൾ ആ 5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ സെറ്റിൽ ആവും, നമ്മുടെ പിള്ളേര് സെറ്റിൽ ആവും, നമ്മുടെ പാർട്ട്നേഴ്സ് സെറ്റിൽ ആവും. ആ ഒരു എക്സ്പെക്ടേഷൻ കാരണമാണ് നമ്മൾ ഇവിടെ വന്നത്. ആ എക്സ്പെക്ടേഷൻ നമ്മൾ ഈ കൺസൾട്ടേഷനിൽ കൂടെ ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വ്യൂസ്, ഇവര് കൺസൾട്ടേഷൻ എന്തൊക്കെ നമ്മൾ ചെയ്താലും അതിന്റെ ഒരു റിസൾട്ട് വരുന്നുണ്ടല്ലോ, ആ റിസൾട്ട് നമുക്ക് കോടതികളിൽ കാണിക്കാൻ പറ്റും. ഇത്രയും ആൾക്കാര് അതായിരുന്നു അവരുടെ എക്സ്പെക്ടേഷൻ. അത് ഗവൺമെന്റ് അത് കൺസിഡർ ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോടതികൾ ഫേവറായിട്ട്, പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടല്ലോ ഇങ്ങനത്തെ മാറ്ററുകളിൽ, HSMP മാറ്ററുകളിലൊക്കെ ഹിസ്റ്ററി ഉണ്ടല്ലോ, അവര് എന്തായാലും സപ്പോർട്ട് ചെയ്തേ കോടതി നിൽക്കത്തുള്ളൂ. അപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. നമ്മള് കുറച്ച് ഹാൻഡ്സ് ഓൾറെഡി ഉണ്ട് കിടന്നു, ഒന്ന് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യണേ. ഈ പാർലമെന്റിന്റെ ഈ മറ്റേ ഒരു സോവറിനിറ്റി ഉള്ളത് കൊണ്ട് ഇത് കോർട്ടിൽ പിന്നെ ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പാർലമെന്റിന് ഒരു ഡിസിഷൻ എടുക്കാം, ആ ഡിസിഷൻ ഫൈനൽ ആയിരിക്കും.
എന്നുള്ള രീതിയിൽ വരുമ്പോൾ അത് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യണം, അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നുണ്ട്. അതിനകത്ത് എന്തുമാത്രം ശരിയുണ്ടെന്നൊന്ന് പറയാമോ? ആക്ട് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് പക്ഷെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇമിഗ്രേഷൻ റെഗുലേഷനിൽ നിന്ന് വരുന്ന ഒരു, അതായത് നമ്മുടെ ഹോം സെക്രട്ടറി അല്ലെ ഹോം ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് പാർലമെന്റിൽ വെച്ച് അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞത് പാർലമെന്റിന്റെ ആക്ട് അല്ല, ഇതൊരു ജസ്റ്റ് റൂളാണ്. ആക്ട് ആകുമ്പോഴാണ് ചലഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്. ഇത് റൂളായിട്ട് വരുന്ന സിറ്റുവേഷനിൽ ചലഞ്ച് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. ഒരു ആക്ടും റൂളും എങ്ങനെ അത് തരംതിരിച്ച് പറയാമെന്ന് എനിക്കറിയത്തില്ല. അതായത് ഞാൻ സിമ്പിൾ ആയിട്ട് വെക്കട്ടെ, ഇതിപ്പോ ഒരു നിലവിലുള്ള ഇമിഗ്രേഷൻ ലോയ്ക്ക് ഒരു അമെന്റ്മെന്റ് ആയിട്ട് മാത്രം, ഒരു കൂട്ടിച്ചേർക്കൽ മാത്രമായിട്ട് വരുവാണെങ്കിൽ നമുക്കത് കോർട്ടിൽ ചലഞ്ച് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലെ? നവീൻ, ഇതൊരു എക്സിക്യൂട്ടീവ് ഡിസിഷൻ ആണ്. നമ്മുടെ സർക്കാരിന്റെ ഗവൺമെന്റ് ഓർഡർ എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറയുന്നത് പോലെയാണ്. അതായത് സർക്കാർ തീരുമാനിച്ച് പാർലമെന്ററി പെർമിഷൻ വാങ്ങുന്ന ഒരു സാധനം, നമ്മുടെ ഒരു ജിയോ പോലെ, നമ്മുടെ ഒരു ഓർഡിനൻസ് പോലെ പോലും അല്ലാതെ ഒരു എക്സിക്യൂട്ടീവ് ആയ ഡിസിഷൻ എടുക്കാനാണ് സാധ്യത. സ്വാഭാവികമായിട്ടും എല്ലാ എക്സിക്യൂട്ടീവ് ഡിസിഷനും ഈ പറയുന്ന ലീഗലി ടെനബിൾ ആയിരിക്കണം. നമ്മുടെ മുമ്പിൽ ഈ പറയുന്ന ഉദാഹരണം നമ്മുടെ കൺമുമ്പിലല്ലേ ഈ പറയുന്ന 700 മില്യൺ പൗണ്ട്സ് ചെലവാക്കിയിട്ടും റുവാണ്ട സ്കീം സ്ക്രാപ്പ് ചെയ്യേണ്ടി വന്നത് 2023 നവംബറിലാണ് കോടതി അത് സ്ക്രാപ്പ് ചെയ്തത് അല്ലേ? അതിൽ പക്ഷെ അത് ഹ്യൂമൻ റൈറ്റ്സ് ഇടപെട്ടിട്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ നമ്മുടെ കാര്യത്തില് നമ്മളുടെ ഒരു പ്രശ്നം എന്നാ, ഞാൻ എന്റെ കൺസേൺ പറയാണ്, ഞാൻ എല്ലാവർക്കും വേണ്ടി ചോദിക്കുവാണ്. നമ്മളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ ഈ പറയുന്ന ഇത്രയും കെയറേഴ്സ് എന്നല്ല, സ്കിൽഡ് വർക്കേഴ്സോ, ഈ ഒരു സെഗ്മെന്റ് വലിയൊരു പോപ്പുലേഷൻ ഉണ്ട് ഇവിടെ. ഇവര് ഓർഗനൈസ്ഡ് അല്ല. ഇവർക്ക് ഇത് എങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തണം, ഇപ്പൊ കോർട്ടിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ മലയാളികൾക്ക് ഒരു 10 ഗ്രൂപ്പ് ഉണ്ടാവും, മറ്റേ തമിഴ്നാട്ടുകാർക്ക് ഒരു 10 ഗ്രൂപ്പ് ഉണ്ടാവും, ശ്രീലങ്കൻസിന് ഇതുപോലെ ഉണ്ടാവും. ഇതിങ്ങനെ നടക്കുവാണ്. അതായത് അവിടെ ഇവിടെയും എങ്ങും എത്താത്ത. അതിനകത്ത് ഞാൻ ഹോപ്പ്ഫുൾ ആണ്. ഇപ്പൊ ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം പോസ്റ്റ് സ്റ്റഡി വർക്കിൽ നിൽക്കുന്ന കുട്ടികൾ ഓർഗനൈസ്ഡ് ആയിരുന്നു അല്ല? പണ്ട് പോസ്റ്റ് സ്റ്റഡി വർക്കിൽ നിൽക്കുന്ന കുട്ടികൾ ഒരു ദിവസം പ്രഭാതത്തിൽ ഒരു ഏപ്രിൽ 6 മറ്റോ കട്ട് ഓഫ് ഡേറ്റ് വന്നു. എന്നിട്ട് ഈ പറയുന്ന കളക്റ്റീവായി കേസ് കൊടുത്തിരുന്നു. ഒട്ടുമേ ഓർഗനൈസ്ഡ് അല്ല. ഈ പറയുന്ന ഈ വർക്ക് പെർമിറ്റ് നിൽക്കുന്നവർ എന്ന് പറയുന്നത് പിന്നെ ഒരു 3-4 വർഷമായെങ്കിലും വെക്കാം. 2011 മറ്റാണ് ആ കേസ് ഇവഞ്ച്വലി തോറ്റു. പക്ഷെ തോറ്റു പോയപ്പോഴത്തേക്കും അവർക്ക് 2-2.5 വർഷം കിട്ടിയിരുന്നു. HSMPക്കാർ ഇതേപോലെ തന്നെയാണ്. അന്നാണെങ്കിൽ ഇത്രയും ടെക്നോളജി ഇല്ല, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളില്ല, ഫേസ്ബുക്ക് ഇല്ല. അന്ന് ഓവർപുട്ട് ഉണ്ടെങ്കിൽ തന്നെ ഭാഗ്യം എന്ന് കരുതാൻ പറ്റും. എന്നിട്ട് പോലും HSMPക്കാർ ഇപ്പൊ നിലവില് ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒരു അതിന്റെ വോളിയം കുറച്ച്, നിലവിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ അസോസിയേഷൻ ഉണ്ട്, വളരെ ചെറിയൊരു അസോസിയേഷനാണ്. നമ്മളിവിടെ വന്ന മൈഗ്രൻസ് മാത്രമുള്ള ഒരു അസോസിയേഷനാണ്. അപ്പൊ ഞങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് MP-ക്ക് ഒരു മാസ് പെറ്റീഷൻ കൊടുക്കുക. അത് ഹൗസ് ഓഫ് കോമൺസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് അവിടെ പ്രസന്റ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു മാസ് പെറ്റീഷൻ കൊടുക്കുക. അവർ പ്രസന്റ് ചെയ്യത്തില്ലായിരിക്കും. 2, മറ്റേ ഇവിടുത്തെ യൂണിസണിന് ഒരു മെയിൽ അയക്കുക. പിന്നെ ഈ പറഞ്ഞ പബ്ലിക് കൺസൾട്ടേഷനും ഇതും എല്ലാം നമ്മളത് ഒരു ക്യാമ്പയിൻ പോലെ എല്ലാവരെയും കൊണ്ട് ചെയ്യിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനപ്പുറം ഹ്യൂമൻ റൈറ്റ്സ് ഇല്ലാതെ നവീൻ എങ്ങനെ? ഞാൻ ഉദാഹരണം പറയട്ടെ. ഇപ്പം വീണ്ടും പറയുന്നത്, ഈ ഒരാള് 16-ാമത്തെ വയസ്സിൽ UK എത്തുന്നു. ഈ പറയുന്ന 16 വയസ്സുള്ള കുഞ്ഞിനെയും കൂട്ടി അച്ഛനും അമ്മയും ഇവിടെ എത്തുന്നു. അവർ ഒരു ബെനിഫിറ്റും എടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇന്റർനാഷണൽ സ്റ്റുഡന്റിന്റെ ഫീസ് കൊടുത്ത് പഠിക്കാനും തീരുമാനിക്കുന്നു. കുഞ്ഞിന് ഈ പറയുന്ന 55 ലക്ഷം രൂപ മുടക്കി യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നു കരുതുക, ഈ പറയുന്ന ബാച്ചിലേഴ്സിന്. ആ കുഞ്ഞ് നിൽക്കാൻ പോകുന്നത് അച്ഛന്റെ അമ്മയുടെയും ഡിപ്പെൻഡന്റ് വിസയിലായിരിക്കുമല്ലോ. 5-ാമത്തെ വർഷമോ 6-ാമത്തെ വർഷമോ ഈ പറയുന്ന അച്ഛനോ അമ്മയ്ക്കോ ഒരടി മുമ്പോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി വന്നാൽ, കുഞ്ഞ് ഓൾറെഡി ഫീസ് അടച്ച് നിൽക്കുകയാണെന്ന് കരുതിക്കോ, എങ്ങനെ മുമ്പോട്ട് പോകും? കാരണം സ്റ്റുഡന്റ് വിസയിൽ വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവരെ സംബന്ധിച്ച് 3-3.5 വർഷത്തെ വിസ എടുത്തിട്ടാണ് വന്നെന്ന് വെക്കാം. ഇത് വർക്ക് പെർമിറ്റിൽ നിൽക്കുന്ന അച്ഛന്റെ അമ്മയുടെ ഡിപ്പെൻഡന്റ് ആയി വരികയും യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ജോയിൻ ചെയ്യുകയും ഫീസ് അടയ്ക്കുകയും ചെയ്ത് കഴിയുമ്പോൾ ഇത് രണ്ടും ഫെയിൽഡ് ആയി പോയാൽ ഈ പറയുന്ന ഈ പെട്ടുപോകുന്നത് സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സിന്റെ പെർവ്യൂവിൽ വരുന്നതല്ലേ? ആളുകൾ വീട് വാങ്ങിയവരുടെ ആശങ്കകളുണ്ട്. ഈ പറയുന്ന നമ്മുടെ തന്നെ മുമ്പേ ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻ പോലും ഹ്യൂമൻ റൈറ്റ്സ് വരുന്നതല്ലേ? അപ്പം ഇത് നമ്മൾ ഈ പറയുന്ന അസൈലമോ റെഫ്യൂജിയോ മാത്രമല്ല ഹ്യൂമൻ റൈറ്റ്സിന്റെ പെർവ്യൂവിൽ വരിക. ഇത് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ദിവസം വിളിച്ചു ചോദിക്കുന്ന ആളുടെ ചോദ്യങ്ങൾക്കിടയിലും ആശങ്കകൾക്കിടയിലും ഒക്കെ ഒരുപാട് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. ചേട്ടാ ഒന്ന് കോണ്ടാക്ട് ചെയ്യാമോ? ഈ ചോദ്യം ചോദിച്ച ചേട്ടൻ ഒന്ന് മെസ്സേജ് ചെയ്യാൻ പറ്റുമോ? പേരൊന്നും കൂടെ പറയാമോ?
എൻ്റെ പേര് നവീൻ. നവീൻ, ഓക്കെ. നവീൻ ചേട്ടൻ ചാറ്റില് ഒരു നമ്പർ ഒന്ന് ഷെയർ ചെയ്യാമോ? ഓർഗനൈസ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ, മറ്റേ നമ്മുടെ സൈജു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. സൈജു ചേട്ടൻ അറിയാം എന്നെ. ഗ്രൂപ്പിലുണ്ട്, കൈരളി ഗ്രൂപ്പിലുണ്ടെങ്കിൽ നമ്പർ എടുക്കായിരുന്നു. കൈരളിയുടെ ട്രഷറർ സൈജു ചാറ്റ് ചേട്ടൻ ഓപ്ഷൻ അറിയാം. ഒന്ന് ഓക്കെ, ശരി, ഉപയോഗിക്കണേ. താങ്ക് യു. സോറി സന്ദീപ്, നമുക്ക് ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. സി, നമ്മളിപ്പം ഈ ഒരു സ്റ്റേജില് ഇപ്പം നമുക്ക് ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 100 പേരുണ്ട്. നമുക്ക് മാക്സിമം ഒരു സൂം മീറ്റിംഗിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 100 പേരാണ്. അതാണ് നമ്മൾ ഈ 100 പേരിൽ വന്ന് നിൽക്കുന്നത്. സോ ഈ 100 പേർക്കും കൺസേൺ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഈ 100 പേർക്കും ഈ പറഞ്ഞ സ്റ്റേജസിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്കറിയാം ഇതൊരു ഫുള്ളി ഒരു ഇതായിട്ടില്ല എന്നറിയാം. എന്നിരുന്നാൽ പോലും ഈ ഒരു സ്റ്റേജിൽ ഓരോ ഇൻഡിവിജ്വൽസിനും എന്താണ് ചെയ്യാൻ പറ്റുക? കാരണം ഇപ്പൊ നേരത്തെ ഇപ്പൊ ചാറ്റിൽ വരുന്നത് പോലെയാണെങ്കിൽ പോലും, ഇപ്പം പലരും സൂചിപ്പിച്ചത് പോലെയാണെങ്കിൽ പോലും, ഒക്കെ ചിലർ പറയുന്നത് നമുക്ക് MPക്ക് കത്തെഴുതാമെന്ന്, ചിലത് പറയുന്നു നമുക്ക് കൺസൾട്ടേഷൻ സൈൻ ചെയ്യാമെന്ന്. നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് ഈ ഒരു സ്റ്റേജിൽ ഈ പറഞ്ഞ നമ്മൾ ഓരോരുത്തരും എന്തൊക്കെയാണ് ഓൺ ആൻ ഇമ്മീഡിയറ്റ് എഫക്ട് ചെയ്യേണ്ടത്? ഞാൻ ഞാൻ ചോദ്യം എത്തിന് മുമ്പേ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞോട്ടെ. ഈ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ്റെ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ ബ്ലേറ്റൻ്റ് ആയ ഒരു വയലേഷൻ നടക്കാൻ പോകുന്നത് 2 തരം നഴ്സുമാർ തമ്മിലാണ്. ഉദാഹരണം, ഈ പറയുന്ന ഞാൻ ഒരു നേഴ്സായി NHS വർക്ക് ചെയ്യാൻ തൊട്ടപ്പുറത്തെ നഴ്സിംഗ് ഹോമിലേക്ക് ഞാൻ ജോലിക്ക് മാറി നിർത്തിക്കുള്ളൂ. ഇപ്പോഴത്തെ നിയമപ്രകാരം 5 വർഷം NHS വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് 5 ഇയേഴ്സിൻ്റെ ബെനിഫിറ്റ് ഉള്ളത്. ഈ പറയുന്ന ഇതേ ജോലി തൊട്ടപ്പുറത്തെ കെയർ ഹോമിൽ ചെയ്യുന്ന ആൾക്ക് ബെനിഫിറ്റ് ഇല്ല. ഇനി തിരിച്ചു തന്നെ ആലോചിക്കുള്ളൂ, കെയർ ഹോമിൽ നിന്ന് ഒരാൾ NHSലേക്ക് വന്നാൽ ഈ പറയുന്ന അവരെ കണക്ക് കൂട്ടുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന NHS വർക്ക് ചെയ്ത ഒരാൾ അവസാന നിമിഷം കെയർ ഹോമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ വീണ്ടും ഈ പറയുന്ന വീണ്ടും 5 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടോ? ഇങ്ങനെയുള്ള വളരെ ബ്ലേറ്റൻ്റ് ആയിട്ടുള്ള ചില ഡിസ്ക്രിമിനേഷൻസ് അതിനകത്തുണ്ട്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞു വന്നത്, ഇതിനകത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞത് എന്നാൽ കഴിയുന്ന രീതിയിൽ ഒന്ന് ഡിസ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ. നവീൻ്റെ ചോദ്യത്തിനകത്ത് നമ്മൾ മുമ്പേ പറഞ്ഞത് നമ്മൾക്ക് ഇന്റർവെൻഷൻ അല്ലേ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ആദ്യമുള്ളത്. നമ്മുടെ മുമ്പിൽ ആദ്യമുള്ളതെന്ന് പറയുന്നതാണ് നമ്മളാൽ കഴിയുന്ന രീതിയിൽ കൺസൾട്ടേഷൻ ഇടപെടുകയും നമ്മൾ നമ്മുടെ അഭിപ്രായം കളക്റ്റീവായി പറയുകയും ചെയ്യുക എന്നുള്ളതാണ്. കളക്റ്റീവായി പറയുമ്പോൾ നമ്മളൊരു ഫേവറും ചോദിക്കുന്നില്ല. നമ്മൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ വ്യക്തത വരുത്തണമെന്ന് പറയുന്നുണ്ട്. വ്യക്തത വരുത്തുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. എന്നെ ബാധിക്കുന്ന ഒരു നിയമം, എൻ്റെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുന്ന ഒരു നിയമം എനിക്ക് വ്യക്തതയോടുകൂടി തന്നെ ഈ പറഞ്ഞ പരിചയപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഹോം സെക്രട്ടറിക്ക് ഉണ്ട്. 2, ഈ പറയുന്ന എനിക്ക് ബെനിഫിറ്റ് ഉണ്ടോ, ഡിസ്കൗണ്ട് ഇല്ലയോ, എന്തുമാവട്ടെ, എന്നെ സംബന്ധിച്ച് എൻ്റെ 5 ഇയേഴ്സ് ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻ ഇങ്ങനെ പറഞ്ഞാണ് കൊണ്ടുവന്നത്. ഇന്ന നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. 3-ാമത്തെ കാര്യം, നമുക്ക് ഒരിക്കലും മനസ്സിലാവാത്തതും ഈ നിയമത്തിനകത്ത് എനിക്ക് വായിച്ചപ്പോൾ ഒരു കല്ലുകളി ഉള്ളത്, നിങ്ങൾ ബെനിഫിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ബെനിഫിറ്റേ എടുക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ബെനിഫിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ എന്നൊരു ചോദ്യം വരുന്നത്. ഈ പറയുന്ന ഏത് സ്കിൽഡ് വർക്കറാണ് ബെനിഫിറ്റ് എടുക്കുന്നത്? ഈ മറ്റേ കൊച്ചിന് ഈ ഏതെങ്കിലും നഴ്സറി സ്കൂളിൽ 12 മണിക്കൂർ കിട്ടുന്നത് ബെനിഫിറ്റ് അല്ല. അത് ബെനിഫിറ്റിന്റെ ഗണത്തിൽ പെടുന്നതുമല്ല. അല്ലാതെ നമ്മൾ ഒരാൾ പോലും ബെനിഫിറ്റ് എടുക്കാത്ത നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ബെനിഫിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ILR 15 ആവും എന്ന് പറഞ്ഞു. ഞാൻ എടുക്കുന്നില്ല എന്നുള്ളത് നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം ചില പ്രയോഗങ്ങൾ ഇതിനകത്ത് തിരികെ കയറ്റിയിരിക്കുന്നത് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ കൺസൾട്ടേഷൻ ഇടപെട്ട് ചോദിക്കുക തന്നെ വേണം. ഇപ്പൊ ആരോ ചോദിച്ചു MPയോട് എന്ത് പറയും? MPയുടെ മുമ്പിൽ കാരണം MPയുടെ പോലും ധാരണ നമ്മൾ ബെനിഫിറ്റ് എടുത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഞാൻ ബെനിഫിറ്റ് എടുക്കുന്ന ഒരാളേ അല്ല, എന്നിട്ട് നിങ്ങൾ പറയാണ് ഞാൻ ബെനിഫിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ. അവിടെ ഒരു ഇഫോ ബട്ടോ ഇല്ല. ഇങ്ങനെ വളരെ വളരെ എന്താ പറയാ, ഈ മനുഷ്യവിരുദ്ധമെന്ന് തോന്നിപ്പിക്കുന്ന ആവശ്യമില്ലാത്ത അലിഗേഷൻസ് നമുക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഒരുപാട് അംശങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് കൺസൾട്ടേഷനകത്താണെങ്കിലും MPയുടെ അടുത്താണെങ്കിലും ഈ പറയുന്ന RCNO യൂണിസനോ ഒക്കെ ആണെങ്കിലും ഇവരോടൊക്കെ നമുക്ക് പറയാൻ ഒരുപാട് കഥകൾ മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് അനോമലീസും ഉണ്ട്. അത് ഈ പറയുന്ന കളക്റ്റീവായി ആലോചിച്ച് ആ അനോമലീസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ഒരു വ്യക്തതയുണ്ടാവും. നമ്മൾ പൊതുവെ നമ്മുടെ സങ്കടം പറയാതെ ഇത് ഈ പറഞ്ഞത് പൊട്ടത്തരമാണ് എന്ന് ഈ പറയുന്ന പച്ച മലയാളത്തിൽ പറയുന്നത് പോലെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ കളക്റ്റീവായി നമ്മൾ ചെയ്യേണ്ടി വരും. ഓരോരുത്തരുടെയും ഭാഷയൊക്കെ വ്യത്യാസം ഉണ്ടാവാം, പക്ഷെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ഒന്നായാൽ നന്നായിരിക്കും. സന്ദീപേട്ട, എങ്ങനെ കളക്റ്റീവ്, ഇപ്പൊ ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, കളക്റ്റീവ് ആവണം എന്ന് പറയുമ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെ കളക്റ്റീവ് ആകാം എന്നുള്ളതിന് എന്തെങ്കിലും ഒരു സജഷൻ തരാനുണ്ടോ? ഇപ്പം
5 പേര് മാത്രമുള്ള ഇപ്പം എവിടെയാണ് താമസിക്കുന്നത് വിഷ്ണു? ഞാൻ ഹാർട്ട്ഫോർഡ്ഷയറിലാണ്. ഹാർട്ട്ഫോർഡ്ഷയറാണല്ലോ. വിഷ്ണു സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ പറയുന്ന വിഷ്ണു ഇപ്പോൾ കൈരളിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ ആണെങ്കിൽ പോലും ഏതാണെങ്കിലും നമ്മളെല്ലാം ഇതിനകത്ത് ഇടപെടാൻ തീരുമാനിച്ചു. ഇടപെടാൻ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു യൂണിഫോമിറ്റി കൊണ്ടുവരാമല്ലോ. അതെ അതെ വിഷ്ണു പറയാൻ പോകുന്നത് വിഷ്ണുവിന്റെ സുഹൃത്തിന് ഈ പറയുന്ന എത്തിക്കാൻ പറ്റും, വിഷ്ണുവിലേക്ക് വേറെ ആൾക്ക് എത്തിക്കാൻ പറ്റും. നമ്മൾ കളക്റ്റീവായി പറയുന്നതിന്റെ കാര്യം കളക്റ്റീവ് ആകുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേയേറെ കാര്യങ്ങൾ അവ്യക്തമാണ്, അബ്സേർഡ് ആണ്, ഡെഫിനറ്റ്ലി അബ്സേർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരുപാട് അബ്സേർഡിറ്റി ഇതിനകത്തുണ്ട്. അപ്പം നമ്മൾ ഈ പടപ്പും തൊങ്ങലും ഈ പറയുന്ന തല്ലാതെ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് ചെയ്യാതെ നമ്മുടെ ദുഃഖവും ദുരിതവും ഈ പറയുന്ന ഏതെങ്കിലും കഥ പോലെ എഴുതി പിടിപ്പിക്കാതെ ലോജിക്കലി അപ്രോച്ച് ചെയ്യാനായിട്ട് കളക്റ്റീവായി തീരുമാനിക്കേണ്ടി വരും. അത് നമ്മളൊക്കെ തന്നെ വിചാരിച്ചാൽ ചെയ്യാവുന്ന ഒരു കാര്യമാണത്. ഇപ്പം ഞാൻ പറഞ്ഞ പഴയ HSMB ഗ്രൂപ്പുകാർ എന്ന് പറഞ്ഞ 2008 മറ്റോ ആണ്. അന്ന് ഈ പറയുന്ന അന്ന് ഓർക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സന്ധ്യയോട്ടെ, ഇത് പറഞ്ഞോണ്ട് പറയാണ്. പിന്നെ ഞങ്ങൾ അത് ഈ ഒരു ചലഞ്ച് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലായിരുന്നു. അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ പല ഗ്രൂപ്പുകൾ, പല സാധനങ്ങൾ, ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്ന് ഓർഗനൈസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇപ്പം UK വൈഡ് ആയിട്ട് ഒരു 9 ഗ്രൂപ്പ്സ് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിന്റെ അടിയിൽ, അതിൽ മലയാളികൾ മാത്രമായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ മലയാളികൾ മാത്രമല്ല, ബ്ലാക്ക് കമ്മ്യൂണിറ്റി എന്നുള്ളവരും ഓൾ ഇന്ത്യ ലെവലിലുള്ള ആൾക്കാരും ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി സ്പേസ് ഉണ്ട്. എങ്ങനെ നമുക്ക് മറ്റ് ഒരു യൂണിഫൈഡ് ആയിട്ട് മറ്റു ആൾക്കാരുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് കുറച്ചും കൂടെ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു വോയിസ് റേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെങ്ങനെ ഭാഗമാവുന്ന എന്തെങ്കിലും ഒരു സജഷൻസോ അല്ലെങ്കിൽ ഒപ്പീനിയൻസോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് ഇപ്പോൾ. ഞാൻ ഈ നമ്മൾ യൂണിഫോമിറ്റി ഒക്കെ രണ്ടാമത്തെ കാര്യമല്ലേ, ഹിന്ദി പറഞ്ഞ ദൂർ കി ബാത് അല്ലേ. ഇപ്പൊ നിലവിൽ വളരെ ഈ പറയുന്ന അഫക്റ്റ് ചെയ്യുന്ന ദുരിതം പറയുന്ന പലരോടും നമ്മൾ ചോദിച്ചു, നിങ്ങൾ കൺസൾട്ടേഷൻ ഇടപെടുന്നു, അതെന്താ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ഇതിനകത്ത് ആദ്യം ഉണ്ടാവേണ്ടത് കൺസൾട്ടേഷൻ്റെ അവയർനെസ് ആണ്. ഞാൻ ഈ ഫേസ്ബുക്കിനകത്ത് ചുവട്ടിൽ കുറ്റം പറഞ്ഞ മുഴുവൻ പേരെയും അഭിവാദം ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇതിനകത്ത് കൺസൾട്ടേഷൻ അല്ലാതെ കൺസൾട്ടേഷൻ ഇടപെടലല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ആശയം നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴുണ്ടോ? നിങ്ങൾ ജുഡീഷ്യലി ചലഞ്ച് ചെയ്യുന്ന എപ്പോഴാണ്? ഇപ്പം ബ്രോസ് പറഞ്ഞ പോലെ നിയമം വന്നതിന് ശേഷമാണ്. അപ്പൊ നിയമം വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ നല്ല തണുപ്പുകാലമാണ്, ദുബൈക്കകത്ത് ചുരുണ്ടുറങ്ങണോ? നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിലവിലുള്ളതെന്ന് പറയുന്നത് കൺസൾട്ടേഷനിൽ ഇടപെടുക എന്നുള്ളത് തന്നെയാണ്. കൺസൾട്ടേഷൻ ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സാധാരണക്കാരനായ മനുഷ്യന് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ അതിനകത്ത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, പിന്നെ ILRലേക്ക് ലീഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള സമയത്ത് പിന്നെ ബെനിഫിറ്റ്സ് ക്ലെയിം ചെയ്യുന്നത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ ഡിസഗ്രി ചെയ്യുന്നുണ്ടോ? നമ്മൾ എഗ്രി ചെയ്യുന്നെന്ന് പറയും. ആ എഗ്രി ചെയ്യുന്നതിന്റെ ആ ക്വസ്റ്റ്യന്റെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വേറൊരു പാരഗ്രാഫ് ഉണ്ട്. ഈ പറയുന്ന എഗ്രിമെന്റ്സ് പിന്നെ UK ആസ് എ കൺട്രി ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻസ് ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ പാലിക്കാൻ UK-നെ എന്താ പറയാ പര്യാപ്തമാക്കുന്ന രീതിയിലാണെങ്കിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രീറ്റീസിനെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡ് ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ട്രേഡ് ട്രീറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അത് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ അതിനകത്ത് കമന്റ്സ് വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഒരു സാധാരണക്കാരന് മനസ്സിലാവുക? എങ്ങനെയാ ഒരു ആൻസർ അതിൻ്റെ അത് കൊടുക്കാൻ പറ്റുക? അതിനകത്ത് ഈ പറയുന്ന എനിക്കും ഈ പറയുന്ന കയറിയപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാനും ഈ പറഞ്ഞ കയറുകയും ഇറങ്ങുകയും ചെയ്ത ഒരാളാണ്. ഞാനതിന് പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ട് എന്ന് പറയുന്നത് കഴിവതും അൺക്ലിയർ ആയിട്ടുള്ള ഏരിയകളിൽ എവിടെ ക്ലാരിറ്റി വരുത്തി പോകാനാണ്. ഈ ചോദ്യങ്ങൾ ക്ലിയർ ആണോ എന്ന് ചോദിക്കുമ്പോൾ ക്ലിയർ അല്ല എന്ന് പറഞ്ഞാൽ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഈ ബെനിഫിറ്റ്സിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഒരു സജഷനായി ഞാൻ മുമ്പോട്ട് വെക്കുക, നിങ്ങൾ ബെനിഫിറ്റ് എടുത്ത് മാറ്റിക്കോളൂ, എൻ്റെ ILR എടുത്ത് മാറ്റണമെന്നില്ല. അവിടെ ഈ പറയുന്ന ILR കിട്ടിയാൽ നിങ്ങൾ ബെനിഫിറ്റ് എടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് യെസ് കൊടുക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന വീണ്ടും ഷൂട്ടിംഗ് യുവർ ഓൺ ലെഗ്സ് ഇംഗ്ലീഷിൽ പറയും. ജസ്റ്റീന ചോദിച്ചോളൂ കേട്ടോ. ഹലോ ജസ്റ്റീന, കേൾക്കാവോ? സുഷ് കേൾക്കാവോ? ചോദിച്ചോളൂ. ഹലോ ബ്രോസ്, ഞാൻ ഇടിച്ചു കയറി സംസാരിച്ചു പോയതാ കേട്ടോ. ഈ പറയുന്ന പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് നമ്മളിപ്പോ ബെനിഫിറ്റ് എടുക്കില്ല എന്ന് നമ്മൾ ഒരു ഓഫർ ചെയ്യുന്നത് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ILR കിട്ടിയ ഒരാൾക്ക് 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
പിന്നെ പാസ്പോർട്ടിന് നാഷണാലിറ്റിക്ക് അപ്ലൈ ചെയ്യാമല്ലോ. പറഞ്ഞല്ലോ. അപ്പം ആ സമയത്ത് ബെനിഫിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബെനിഫിറ്റിലേക്ക് എത്തിയില്ലേ? എത്തി, ആ സമയത്തേക്ക് എത്തി. കാരണം സിറ്റിസൺ ആയി കഴിയുമ്പോൾ ഈ പറയുന്ന നിയമം ബാധകമല്ല നമുക്ക്. അപ്പൊ ഇത് പറയുന്നതിൽ നമുക്ക് ഒരു വർഷത്തെ ഗ്യാപ്പിൽ മാത്രമേ നമ്മൾ അതുമായിട്ട് അഗ്രി ചെയ്യുന്നുള്ളൂ. അല്ല, അത് അവരുടെ ക്വസ്റ്റ്യൻ ILR നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ ബ്രിട്ടീഷ് ആയി പിന്നെ അത് ബാധിക്കുന്നില്ലല്ലോ. അറിയില്ല, അതെ. അത് എനിക്ക് രണ്ട് ചോദ്യം ഉണ്ടായി. ഒന്ന്, ഈ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക്, അതായത് ഇപ്പോൾ ഒരു ഹൗസ് വാങ്ങിക്കാൻ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് എന്തെങ്കിലും എക്സംഷൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടോ? രണ്ട്, ഇപ്പം ഈ കളക്റ്റീവായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് കൈരളിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതായത് ഇപ്പം ഈ കൺസൾട്ടേഷൻ്റെ കാര്യം തന്നെ അതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം വിദ്യാഭ്യാസമുള്ളവരെയും കറക്കുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് നമ്മുടെ കൈരളിയുടെ മെമ്പേഴ്സിനായിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ പൊതുജനത്തിലേക്ക് കൊടുക്കാനോ ഉള്ള ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടോ? അതിനുശേഷം തന്നെ ഇപ്പൊ ജഡ്ജ്മെന്റിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്ലാൻ ഇപ്പം കൈരളിക്ക് ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. താങ്ക് യു സർ. ഉറപ്പായിട്ടും നമ്മൾ അതിലേക്കുള്ള നമ്മുടെ ഇനീഷ്യൽ സ്റ്റെപ്പാണ് നമ്മുടെ ഈ ചർച്ച എന്നുള്ളത്. നമ്മൾ തുടക്കത്തിൽ സന്ദീപേട്ടനാണെങ്കിൽ സൂചിപ്പിച്ച പോലെ നമ്മൾ ഇതൊരു ഇൻഡിവിജ്വൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നതിലുപരി ഈ പറഞ്ഞ പോലെ കളക്റ്റീവ്ലി നമ്മുടെ എല്ലാവരുടെ അടുത്തും ഐഡിയാസ് എടുത്തിട്ട് ഗോയിങ് ഫോർവേഡ് നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലേക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചർച്ച ഇന്ന് നടത്തുന്നത് തന്നെ. അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ കൺസൾട്ടേഷനാണെങ്കിലും മറ്റതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും ഇന്ന് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ ക്രോഡീകരിച്ചിട്ടാണെങ്കിലും ഈ സോളിസിറ്ററിനോടും കൂടി കൺസൾട്ട് ചെയ്തിട്ട് ഗോയിങ് ഫോർവേഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ ഇതിനകത്ത് ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്യാൻ തന്നെയാണ്. അതിന്റെ ഗൈഡ് ലൈൻസിന്റെ പാർട്ടിലാണെങ്കിലും അതിൽ ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്യുന്ന പാർട്ടിലാണെങ്കിലും കൈരളി ഉറപ്പായിട്ടും അതിനകത്തൊരു സ്റ്റാൻഡ് എടുക്കാൻ തന്നെയാണ് തീരുമാനം വന്നിരിക്കുന്നത്. ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടോ? അതായത് ഇപ്പൊ മിസൈലിൽ നിന്ന് വീട് മേടിക്കാൻ നേരത്തെ എല്ലാവർക്കും അതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, വീട് മേടിച്ചവർ ഒത്തിരി ഉണ്ട്. അപ്പൊ അതൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയല്ലേ ഇവിടുത്തെ എക്കോണമിയിലേക്ക്? ഇവർ പറയുന്ന എല്ലാ ഇൻവെസ്റ്റ്മെന്റും ടാക്സും കൊടുക്കുന്നവർക്കാണല്ലോ ഒരു പരിഗണന കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള എക്സംഷൻസ് ഉണ്ടോ? അത് നമുക്ക് എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഞാൻ വായിച്ചെടുത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ചർച്ചയും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പം അതിന് അതൊരു മാറ്റർ ഓഫ് റൈറ്റ് അല്ല. കാരണം ഒരാൾക്ക് ഇപ്പൊ ജോസിന് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ, എനിക്ക് ചങ്ങനാശ്ശേരി നിന്നുകൊണ്ട് തന്നെ ഇവിടെ പ്രോപ്പർട്ടി വാങ്ങാൻ കഴിയും. അപ്പം ഇവിടെ പ്രോപ്പർട്ടി വാങ്ങുക എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളിവിടെ ജീവിക്കുന്നതുകൊണ്ട് വാങ്ങിയതാണെങ്കിൽ പോലും പ്രോപ്പർട്ടി വാങ്ങുന്നത് നമ്മുടെ വിസയുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്കൊരു മാറ്റർ ഓഫ് റൈറ്റ് ആയി പറയാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ഈ കുട്ടികളുടെ പഠിപ്പ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞ ഞാനിവിടെ വന്ന് സെറ്റിൽ ചെയ്ത് എല്ലാ രീതിയിലും നമ്മുടെ ഇന്റഗ്രേഷന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാനിവിടെ വീട് വാങ്ങുന്നുള്ളത്. എൻ്റെ ഇതുവരെയുള്ള സമ്പാദ്യം മുഴുവൻ, നാട്ടിലെ പ്രോപ്പർട്ടി മുഴുവൻ വിറ്റു. ഞാൻ ഗൾഫിലോ ദുബായിലോ കുവൈറ്റിലോ പണിയെടുത്തുണ്ടാക്കിയ മുഴുവൻ പൈസ ഞാൻ ഇവിടെ കൊണ്ടുവന്നു ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് ഈ പറയുന്ന നാളെ ഒരു ലീഗൽ ആക്ഷന് പോയാൽ കോടതിയുടെ മുമ്പിൽ പറയാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണങ്ങളൊന്നാണത്. അതുപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായം കൂടെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇവർ ഈ ഏൺഡ് സെറ്റിൽമെന്റ് ഒന്നും ഇപ്പം പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു സംഭവം അല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് ഏൺ ചെയ്ത് തന്നെയാണ് സെറ്റിൽ ചെയ്യുന്നത്. ILR കിട്ടുന്ന ഓരോരുത്തർക്കും. കാരണം 5 വർഷം കൊടുക്കേണ്ട ടാക്സ് ഹ്യൂജ് എമൗണ്ട് ആണ്. നമ്മൾ ഒരു ബെനിഫിറ്റും ഈ 5 വർഷം സ്കിൽഡ് വർക്കുകളുള്ളവർ എടുക്കുന്നില്ല. രണ്ടാമത് അവരിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വീട് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മൂന്നാമത് ILRന് മുടക്കുന്ന കോസ്റ്റ് തന്നെ വലിയൊരു എമൗണ്ട് ആണ്. ഇത് തന്നെ ഒരു ഏൺഡ് സെറ്റിൽമെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഹലോ ഹലോ സന്ദീപേട്ട കേക്കാവോ? സന്ദീപേട്ട ഷിവിനാണ് മാഞ്ചസ്റ്ററിലെ. മനസ്സിലായി. സന്ദീപേട്ട ഒരു ട്രാൻസിഷൻ അറേഞ്ച്മെന്റിനെ പറ്റി ഇവര് പറയുന്നുണ്ടല്ലോ, അതിനെ പറ്റി ഒരു ഡിസ്കഷൻ നമ്മൾ ഇതുവരെ കേട്ടില്ല ഇവിടെ. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും? ഈ പറയുന്ന എല്ലാവരും തന്നെ ട്രാൻസിഷൻ അറേഞ്ച്മെന്റിലുള്ളവരാണ്. അതിനകത്ത് ഈ പറയുന്ന അവർ 2021 എന്ന് പറഞ്ഞാൽ, അതായത് ഈ 1-2 മാസം കൊണ്ട് ILR അടിക്കാനുള്ള ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാവരും അതിനകത്ത് പെടുന്നതുകൊണ്ടാണ് പിന്നെ ട്രാൻസിഷൻ അറേഞ്ച്മെന്റ് എടുത്തു പറയേണ്ടി വരാത്തത്. ഓക്കെ, അത് ഞാൻ ചോദിച്ചതിന് എന്റേതായ വ്യക്തിപരമായ ഒരു റീസൺ കൂടി ഉണ്ട്. കാരണം എനിക്ക് ഓഗസ്റ്റിലാണ് 5 ഇയർ കംപ്ലീറ്റ് ആവുന്നത്, 2026 ഓഗസ്റ്റ്. ഏപ്രിൽ 6, 2026 എന്ന് പറയാൻ കഴിയത്തുള്ളൂ. കാരണം ശരിയാണ് ഈ പറയുന്ന അപ്പുറത്തോ ഇപ്പുറത്തോ അല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണല്ലോ ഈ പറയുന്ന ശിവന്റെ കൺസേൺ അല്ലേ. അവിടെയും പെടാം ഇവിടെയും പെടാം. ഇല്ല, ശിവന് ഏപ്രിൽ 6 പറയാൻ കഴിയില്ല.
അല്ല, അവര് മിനിസ്റ്റർ അന്ന് പാർലമെന്റിൽ അഡ്രസ് ചെയ്തിരുന്നത് പോസ്റ്റ് ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞാൽ 1/1/2021 മുതൽ തുടങ്ങും ഇത്. പക്ഷെ എന്നാലും അവര് പറഞ്ഞു ആ സ്റ്റാർട്ടിങ് ബോർഡർ ലൈൻ അവര് വീണ്ടും ഒന്ന് റീകൺസിഡർ ചെയ്തിട്ട് അത് ആ സമയമാകുമ്പോൾ ഫിക്സ് ചെയ്യും. അത് ചിലപ്പം 1/7/2021 മുതലായിരിക്കാം. അത് ഇതുവരെയായിട്ട് പോസ്റ്റ് ബ്രെക്സിറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബ്രെക്സിറ്റ് ഹാപ്പൻ ചെയ്ത് 31 ഡിസംബർ 2020 അതുകൊണ്ടാണ് എല്ലാവരും 1/1/2021 എന്നുള്ള ഡേറ്റ് എല്ലാവരും കരുതുന്നത്. പക്ഷെ അത് അന്നേരം അവർ പറഞ്ഞു ബോർഡർ ലൈൻ അവരിപ്പോഴും ഫിക്സ് ചെയ്തിട്ടില്ല, അത് ക്യാൻ ബി ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം ജൂലൈ ആവാം. അത് സന്ദീപ് പറഞ്ഞ പോലെ ഏപ്രിൽ 6 നമുക്കറിയാൻ പറ്റുള്ളൂ. കാരണം അത് മാത്രമല്ല, കാരണം 12 ഫെബ്രുവരി വരെ നമുക്കറിയാമല്ലോ ഈ കൺസൾട്ടേഷൻ നടക്കുന്നത് കൊണ്ട് ഒരു ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത്. 12 ഫെബ്രുവരി വരെയുള്ള ആൾ ഡെഫിനറ്റ്ലായിട്ടും സേഫ് ആണ്. കാരണം അപ്പം ഈ പറയുന്ന ടെക്നിക്കലി സ്പീക്കിംഗ് ഈ പറയുന്ന ജനുവരി 1, 2026 മുതൽ ഇത് ആപ്ലിക്കബിൾ ആണെന്ന് തോന്നിയാൽ പോലും ഡെഫിനറ്റ്ലി ഈ പറയുന്ന 12 ഫെബ്രുവരി വരെ കൺസൾട്ടേഷൻ ഉണ്ട്. ഈ കൺസൾട്ടേഷൻ കഴിഞ്ഞ് അതിന്റെ ഡിസ്കഷനും കഴിഞ്ഞ് അത് ഈ പറയുന്ന ശിവനെ ഭാഗ്യത്തിന് വിടുക എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ജസ്റ്റിന ചോദ്യമുണ്ടോ? ഹാൻഡ് റൈസ് ആണ്. ജസ്റ്റിന ദേവസ്യ. എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് ചോദ്യങ്ങള് ചാറ്റിൽ വന്നിട്ടുണ്ട്. ചാറ്റിൽ ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. ചിലതൊക്കെ ഒത്തിരി ഇൻഡിവിജ്വലിസ്റ്റ് ചോദ്യങ്ങളാണ്. നീളമുള്ള GJ എന്നൊരാൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇവിടെ അങ്ങ് പറഞ്ഞു പോകാം. കാരണം 40% ടാക്സ് ബ്രാക്കറ്റ് 40% ആണോ 50% ആണോ എന്നുള്ളത് നോക്കുന്നത് അവർ കൃത്യമായിട്ട് പറയുന്നത് ഫിഗർ മാത്രമാണ്. എത്ര ടാക്സ് ബ്രാക്കറ്റ് ആണ് എന്നുള്ളതല്ല. 50,270 പൗണ്ട് ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് അവർ 5 ഇയേഴ്സിന് നോക്കുന്നത്. ഒന്നത്. 2, ഇതിനകത്ത് ഈ പറയുന്ന, ഞാൻ വീണ്ടും പറയുന്നു, 10 ഇയേഴ്സ് ചോദിച്ച ആൾ തന്നെ ചോദിക്കുന്നത് ഐ എം ഓൺ 15 ഇയർ ILR റൂട്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 15 ഇയർ റൂട്ട് എന്നുള്ള അല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു കഴിഞ്ഞു. 10 കുറവ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റേ വൈഫിന്റെ കാര്യത്തിൽ ഇപ്പം ഹസ്ബൻഡിനെ സംബന്ധിച്ച് ഇപ്പം ഹസ്ബൻഡായ എനിക്ക് 50,000 പൗണ്ട് എൻ്റെ ഭാര്യയ്ക്ക് 1.25 ആണെന്ന് കരുതി എൻ്റെ വൈഫിന് 1.25 കിട്ടില്ല. 1.25 ബെനിഫിറ്റ് ആയിട്ടുള്ള 3 ഇയേഴ്സ് കൊണ്ട് കിട്ടില്ല എനിക്ക് കിട്ടാതെ. ഞാൻ ആ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഞാനൊരു കെയറാണ്, എനിക്ക് ഈ 10 ഇയർ റൂളിലാണ് നിൽക്കുന്നത് കരുതിക്കോളൂ. എൻ്റെ ഭാര്യയ്ക്ക് 125K ഉണ്ടെന്ന് കരുതിക്കോളൂ. എൻ്റെ ഭാര്യയ്ക്ക് 3 വർഷം കൊണ്ട് ILR കിട്ടില്ല. കാരണം എൻ്റെ ഭാര്യയുടെ കണ്ടീഷൻസിന്റെ പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് എൻ്റെ ILR ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ വൈഫിന്റെ ഏർണിങ്സ് നോക്കുക എന്നുള്ളത്. അപ്പൊ GJ എന്ന് പറഞ്ഞ ആളുടെ ചോദ്യത്തിനകത്ത് വൈഫിന്റെ ILR എന്തൊക്കെ പറഞ്ഞാലും ശരി ബേസ് ചെയ്തിരിക്കുന്നത് GJയുടെ ILR ആണ്. അപ്പൊ വൈഫിന് ഏർണിങ്സ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് നടത്താൻ പറ്റും. പക്ഷെ GJയുടെ ILR കഴിയാതെ അവർക്ക് ILR കിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ചിലർക്ക് ഒത്തിരി ഇൻഡിവിജ്വലൈസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് കുറച്ചുകൂടെ ജനറിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഈ ഒരു ടൈമിൽ ആൻസർ ചെയ്ത് പോകാനും പറ്റുള്ളൂ. അതാണ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് കവർ ചെയ്യാൻ പറ്റാഞ്ഞത്. സോറി. ചാറ്റിൽ 1-2 ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് നോക്കട്ടെ സന്ദീപേട്ടാണ്. My wife is working as a carer. I'm on dependent visa now. I got a job as a band 6. My question is, could I swap my visa? Will it take another 5 years? എനിക്ക് ഒന്ന് വിസ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് റീസെറ്റ് ആവുമോ എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഉണ്ടാവും. അല്ല, അതിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് ഹയർ റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 3-4 കൊല്ലം അതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ചെയ്യുമെന്ന് അവര് പറയുന്ന ഹയർ സ്കെയിലിൽ വരുന്ന സാലറിയുടെ അപ്ലിക്കേഷൻ നമ്മൾ ILR എലിജിബിൾ ആവുന്നതിന്റെ ബാക്കിലേക്കുള്ള 3 വർഷം 125 കിട്ടിയാൽ നമുക്ക് ILRന് എലിജിബിൾ ആവും ആ ഡിസ്കൗണ്ടഡ് പീരീഡിന്. അതായത് അത് റീസെറ്റ് ചെയ്യത്തില്ല, നമുക്ക് ബെനിഫിറ്റേ ഉണ്ടാവത്തുള്ളൂ. അല്ല, ഞാൻ പറയാൻ കാരണം ക്വസ്റ്റ്യൻ വൈഫ് കെയറും ഹസ്ബൻഡ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഹസ്ബൻഡ് NHSൽ ബാൻഡ് 6ഉമാണ്. റോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്താൽ വീണ്ടും ഹസ്ബൻഡിന് റീസെറ്റ് ചെയ്യുമല്ലോ. ഇപ്പം 3 വർഷം കടന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ മുതൽ 5 വർഷം വേണ്ടി വരുമല്ലോ എന്നാണ് ചോദ്യം. ഡിപ്പെൻഡന്റ് മെയിൻ അപ്ലിക്കന്റും
നവീൻ അതല്ല ചോദ്യം. ടി എന്ന് അതാണ് പറഞ്ഞാൽ അതാണ് ചോദ്യമല്ല, തേജിയുടെ ചോദ്യമല്ലേ അത്? സജീർ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ. ഞാനേ ഒരു ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പബ്ലിക് സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം അതുപോലെ തന്നെ NHS അന്ന് ഇതിൽ പറഞ്ഞത് ഡോക്ടേഴ്സ്, നേഴ്സസ്, ടീച്ചേഴ്സ് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം ഈ NHS ബാക്കി ഇപ്പൊ ഞാനിപ്പോ IT-യിലാണ് വർക്ക് ചെയ്യുന്നത്, NHS BS എന്ന് പറയുന്നത്. അപ്പം അതും ഈ പബ്ലിക് സർവീസിൽ ഇൻക്ലൂഡഡ് ആവുമോ 5 years റൂട്ടില്? അത് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടോ? അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ലല്ലോ. പബ്ലിക് സർവീസ് ഇപ്പം എല്ലാ ഗവൺമെന്റ് ഓർഗനൈസേഷനും ഇപ്പൊ ലോക്കൽ കൗൺസിലും അതിൽ വരാം. ലോക്കൽ കൗൺസിൽ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ആൾക്കാരും വരാം. പക്ഷെ അതിനൊരു എലാബറേറ്റ് ആയിട്ടൊരു ഡീറ്റെയിൽസ് അവർ ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല, എന്താണ് പബ്ലിക് സർവന്റിൽ വരുന്ന മാറ്റേഴ്സ് എന്നുള്ളത്. അവരൊരു എക്സാമ്പിൾ ആയിട്ട് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. NHS-ലെ നഴ്സസ്, ഡോക്ടേഴ്സ്. അതൊരു NHS പബ്ലിക് സർവീസ് ആവുമ്പോൾ അവിടെയുള്ള IT-ക്കും അത് ഈക്വലി സെയിം ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലേ വരുന്നത്. അത് എലോബറേറ്റ് ആയിട്ട് പറയാത്തതുകൊണ്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. അത് സന്ദീപിന് എന്തെങ്കിലും അതിലെ എഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇല്ല, ഞാൻ അതിനകത്ത് അത് വിത്തിൻ ബ്രാക്കറ്റ്സിലാണ് കിടക്കുന്നത്. അതായത് പബ്ലിക് സർവീസസ് വിത്തിൻ ബ്രാക്കറ്റ്സ്. ഉദാഹരണത്തിന് എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ടീച്ചിങ് എന്നും നഴ്സിംഗ് എന്നും പറയുന്നത്. അതൊരു നോൺ എക്സോസ്റ്റീവ് ലിസ്റ്റ് ആയിട്ടാണ് എനിക്കും തോന്നുന്നത്. എന്റെ ഓഫീസിലുള്ള പീപ്പിൾ മാനേജർ, HR ഒക്കെ കൺസൾട്ട് ചെയ്തപ്പോൾ അവരും ഇത് തന്നെയാണ് പറഞ്ഞത്. മീൻസ് നമ്മളും നേഴ്സസ് മാത്രമല്ല എല്ലാവരും ഇതിൽ ഇൻക്ലൂഡ് ആവും എന്നുള്ള രീതിയിൽ. അപ്പം നിങ്ങളുടെ കമ്പനി വഴി തന്നെ, കോർപ്പറേറ്റ് HR വഴി തന്നെ മിനിസ്ട്രി കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ അത്തരം ഹെൽപ്പുകൾ ഈ പറയുന്നത് നമുക്ക് എവിടുന്ന് എടുക്കാൻ കഴിഞ്ഞാലും നല്ലതാണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചാറ്റിലുണ്ട് സന്ദീപേട്ട. Someone who is child born outside UK but stayed in UK for more than 7 years. I think we already addressed it. ഞാൻ മേളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാര്യം ഇന്ത്യ UK ആണെങ്കിൽ പറ്റും, പുറത്തുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സെപ്ഷണൽ ആപ്ലിക്കേഷൻ ഇട്ടിട്ട് 2.5 വർഷം കാണേണ്ടതേ ഉള്ളൂ. അത് ഗുണപ്പെടണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഓരോ സിറ്റുവേഷൻ പോലെ ഇരിക്കും. വിഷ്ണു, ഇന്റഗ്രേഷന്റെ ഡെഫിനേഷൻ എനിക്കറിയില്ല. നമ്മൾ ഈ പറയുന്ന അവർ പറയുന്നത് ലാംഗ്വേജ് സ്കിൽസിനെ കുറിച്ച് തന്നെയാണത്. ഡെഫിനേഷൻ അല്ല, ഞാൻ അവർ റിക്വയർമെന്റ് ആയിട്ട് കാണുന്നത് ലാംഗ്വേജ് സ്കിൽസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുകയാണ്. ഇത്തരത്തില് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എപ്പോഴെങ്കിലും ഇത്തരത്തിലൊരു സിമിലർ സിറ്റുവേഷൻ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു കമ്പൈൻഡ് എഫേർട്ടിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ചേഞ്ചസ് മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഉണ്ടാവും? ബ്രിട്ടീഷ് സ്പൗസിന്റെ സാലറി അല്ല, മറ്റേ ക്രൈറ്റീരിയ, ഫിനാൻഷ്യൽ ത്രഷോൾഡ് കൂട്ടിയ സമയത്ത് അവസാനം അവര് കുറയ്ക്കേണ്ടി വന്നു, 29 കുറയ്ക്കേണ്ടി വന്നു. 18 എത്രയായിരുന്നു സന്ദീപ് കൂട്ടി? 36 അതെ, 18,600 നിന്ന് 36 മറ്റേ കൊണ്ടുവന്നു. അത് 29 കൊണ്ടുവന്നു. ഇപ്പൊ തിരിച്ച് അപ്പൻഡിക്സ് FM-ന്റെ റിക്വയർമെന്റ് അത് അടുത്ത കാലത്തുള്ളതാണ്, വളരെ അടുത്ത കാലത്ത് വന്നതാണത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഇതിന്റെ ഒരു നമുക്ക് ഇത്ര വലിയ കാര്യങ്ങൾ ആളുകൾ കേസിന് പോയിട്ട് മൊത്തത്തിൽ നിയമങ്ങൾ മാറിപ്പോകും. എവിഡൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി പണ്ടൊക്കെ നമ്മൾ പുറമേണ്ടതല്ല, നമ്മൾ ഡോക്യുമെന്റ്സ് അയക്കുകയായിരുന്നു. ഈ ഓൺലൈൻ വന്നത് 2020 ശേഷമാണ്. പണ്ട് നമ്മൾ ഡോക്യുമെന്റ് അയക്കുകയായിരുന്നു. ഡോക്യുമെന്റ് അയക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മിസ്സായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പേ സ്ലിപ്പ് മിസ്സായിട്ടുണ്ടാവും. ഇങ്ങനെ വന്നാൽ ഈ പറയുന്ന പണ്ടത്തെ അവസരം നേരെ അങ്ങ് റിഫ്യൂസ് ചെയ്ത് തരികയാണ്. ഇതങ്ങനല്ല. അപ്പോൾ ഈ പറയുന്ന എവിഡൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു എങ്ങനെയാണ്? ഇപ്പോൾ ഒരു 3 ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെക്കേണ്ടടുത്ത്, അല്ലെങ്കിൽ പേ സ്ലിപ്പ് വെക്കേണ്ടടുത്ത്, അല്ലെങ്കിൽ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് വെക്കേണ്ടടുത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കണം. ഈ പറയുന്ന അതെവിടെയാണെന്ന് ചോദിച്ച് നമുക്ക് എഴുതുക എന്ന് പറയുന്ന എവിഡൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി വന്നത് കേസ് വഴിയാണ്. നേരത്തെ ഹോം ഓഫീസ് ഈ പറയുന്ന അടച്ച് തിരിച്ചയച്ചുകൊണ്ടിരുന്ന ഡോക്യുമെന്റ്സിന് പകരം ഇതിനകത്തൊരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കുറവുണ്ടല്ലോ, നിങ്ങൾ അത് അയച്ചു തരുമെന്ന് ചോദിക്കണം. അപ്പം ഇതൊക്കെ നമ്മൾ കളക്റ്റീവായ എഫേർട്ട് അല്ലാതെ പോലും ചെറിയ ഇപ്പം ഈ പറയുന്ന എന്താണ് ഡിസെപ്ഷൻ എൻറ്റെയിൽസ് ഡിസോണസ്റ്റി. എനിക്ക് നൈജീരിയ എന്ന് പറഞ്ഞ കേസിനോ മറ്റുമാണ്. അതായത് നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ പറയുന്ന 10 year ബാൻ ഒറ്റയടിക്ക് കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങളൊരു ഡിസോണസ്റ്റ് ഇന്റൻഷനോട് കൂടി
ഡിസോണസ്റ്റ് ഇന്റൻഷനോട് കൂടി നിങ്ങൾ ഒരു ഫോൾസ് റെപ്രസെന്റേഷൻ നടത്തണം എന്ന് പറഞ്ഞ് ആരോ ഒരു ഇൻഡിവിജ്വൽ കൊടുത്ത കേസിന്റെ പുറത്താണ്. അല്ലാതെ കളക്റ്റീവ് എഫേർട്ട് കൊണ്ടുവരാതെ തന്നെ ഈ പറയുന്ന ഒരുപാട് തവണ ഈ പറയുന്ന ഇപ്പോഴാണ് ഈ അപ്പീലുകൾ കുറഞ്ഞത്. ഈ ഒരു 2010 മുതൽ 20 വരെയൊക്കെ ഒരുപാട് ഈ പറയുന്ന എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന 3-4 കാര്യങ്ങളാണ് പറഞ്ഞത്. കളക്റ്റീവ് എഫേർട്ട് ഇല്ലാതെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. ഇപ്പൊ HSNയും റുവാണ്ട എന്നൊക്കെ പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. അല്ലാതെ ചെറിയ ചെറിയ അപ്പീലുകളുടെ പേരിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഈ പറഞ്ഞ ഇനി അടുത്തൊരു ഇതിന്റെ ഒരു ഫ്ലോ ഓഫ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫേസസിന് എങ്ങനെയായിരിക്കും? ഇപ്പൊ ഇതിന്റെ ഒരു ഇത് വന്നു, ഇനി ഇത് അടുത്ത ഗവൺമെന്റിന്റെ അടുത്തൊരു സ്റ്റേജ് എന്തായിരിക്കും? എങ്ങനെയാണ് ഇതിന്റെ ഒരു സ്റ്റേജസ് എന്നൊന്ന് പറയാമോ? ലൈക്ക് നമ്മളിപ്പോ ഇപ്പോഴും പറയുന്നത് ഇതൊരു പ്രപ്പോസലാണ് അല്ലെങ്കിൽ ഒരു ആക്ച്വൽ നിയമം ആയി കഴിയുമ്പോഴാണ് നമ്മൾ അതിനെ ചലഞ്ച് ചെയ്യുന്നതെന്ന് പറയുന്നു. ഇതിന്റെ ഒരു അടുത്തൊരു സ്റ്റേജസ് എങ്ങനെയായിരിക്കും? ലൈക്ക് കൺസൾട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇത് പാർലമെന്റിലെ ഡിബേറ്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും എംപിമാർ പറയുകയാണെങ്കിൽ ഡിബേറ്റ് വെക്കും, അല്ലെങ്കിൽ 21 ഡേയ്സ് കഴിയുമ്പോൾ അത് റൂളായിട്ട് വരും. സോ ഈ കൺസൾട്ടേഷന് നമുക്ക് ആ ഒരു പീരീഡ് ആണുള്ളത് അല്ലേ? അതെ അതെ. കൺസൾട്ടേഷനും അതുപോലെ തന്നെ MP-മാരെ ആം ട്വിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന 2 ജോലികൾ നമുക്ക് ഈ സമയത്ത് ചെയ്യാനുണ്ട്. NHS മുതൽ RCN വരെയുള്ള ഈ പറയുന്ന ഏതൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടോ, ഇപ്പൊ എംപ്ലോയേഴ്സ് നമുക്ക് കാണുന്ന ഒരു എംപ്ലോയർ മാത്രമല്ല. ഇപ്പൊ സസെക്സ് കെയർ അസോസിയേഷൻ, എസെക്സ് കെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അസോസിയേഷൻസും എംപ്ലോയിമാരുടെ ബോഡിയും ഉണ്ട്. റെസ്റ്റോറൻറ്റുകാരുടെ അസോസിയേഷൻസ് ഉണ്ട്. അപ്പം ഇതിൽ ഏതൊക്കെ ബോഡികൾ, ലോബിയിങ് ഗ്രൂപ്പുകൾ, ഇവരൊക്കെ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുമോ അവരൊക്കെ ഇൻവോൾവ് ചെയ്യിക്കേണ്ടി വരും. അതിന്റെ ഒപ്പം തന്നെ എല്ലാ ഇൻഡിവിജ്വൽസും മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ഞാൻ നേരത്തെ സന്ദീപേട്ടൻ പറഞ്ഞു വെച്ചതിൽ നിന്ന് ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കുകയാണ്. ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനകത്തൊരു ഒരു നെഗോസിയേഷന്റെ ഒരു ഫാക്ടർ നമ്മൾ കണക്കാക്കണം എന്നുള്ളത്. അതായത് നമുക്ക് ഇത് വേണ്ട, പക്ഷെ ഇതെന്തിനു ഒഴിവാക്കുന്നു എന്നുള്ളത്. ഇപ്പൊ നമ്മള് എന്താ പറയാ നെഗോസിയേഷൻ ഈസ് ഗെറ്റിംഗ് ഇൻസൈഡ് ദ ഒപ്പണൻസ് ഹെഡ് ആൻഡ് തിങ്ക് വാട്ട് ദേ റിയലി വാണ്ട്സ് എന്നാണല്ലോ. സോ അങ്ങനെ ഒരു സ്റ്റാൻഡ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ എടുക്കേണ്ടതുണ്ടോ? അങ്ങനെയാണ് എടുക്കേണ്ടതാണ്. കാരണം ഇത് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ചർച്ചയിൽ മാർട്ടിൻ ഡേ വന്നപ്പോൾ മാർട്ടിൻ ഡേയും പറഞ്ഞതാണ്. പലപ്പോഴും ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് സെമി പൊളിറ്റിക്കൽ ആയ ഒപ്പീനിയനാണ്. നമ്മളോട് എത്ര താല്പര്യമുണ്ടെങ്കിലും നമ്മുടെ കോസ് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും സ്വന്തം അമ്മയെ ഏതെങ്കിലും ഈ പറയുന്ന ഏഷ്യനായിട്ടുള്ള കെയർമാർ പൊന്നുപോലെ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു MP-ക്ക് ചിലപ്പോൾ നമുക്ക് അനുകൂലമായ ഒരു പൊസിഷൻ എടുക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന നറേറ്റീവ് അങ്ങനെയാണ്. ഈ നറേറ്റീവിനകത്ത് നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റും. ഞാൻ ഉദാഹരണം പറഞ്ഞു, ഞങ്ങൾ 10 വർഷത്തേക്ക് ബെനിഫിറ്റ് എടുക്കുന്നില്ലെന്നേ. എന്താണ് ഈ പറഞ്ഞത്? നൈജൽ ഫറാജ് പോലും പറഞ്ഞത് 1.6 മില്യൺ ആളുകൾ, അതിനകത്ത് തന്നെ എത്രയാണ് നിയർലി 450,000 ആളുകൾ 2028 PR എടുക്കുകയും തൊട്ട് പുറകെ തന്നെ ബെനിഫിറ്റ് റെജീമിലേക്ക് വരികയും ചെയ്യുന്നതാണ് നിങ്ങളുടെ പേടിയെങ്കിൽ, നിങ്ങൾ ആ പേടി മാറ്റാൻ ഏറ്റവും നല്ല മാർഗം നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് ബെനിഫിറ്റ് എടുത്ത് മാറ്റിക്കോളൂ. നമുക്ക് ഒരു നെഗോഷിയേറ്റിംഗ് ടേബിളിൽ ഒരു MP-യോടൊക്കെ സംസാരിക്കാൻ നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റും. ആരും ഒരു അബ്രപ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടി വാദിക്കും നമ്മൾ വിചാരിക്കേണ്ട. എന്നാൽ ചില കൊടുക്കൽ വാങ്ങലുകൾ നമുക്ക് ഇതിനകത്ത് ഉണ്ടായേ പറ്റൂ. മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എനിക്കൊന്ന് പയ്യെ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് ഓൾറെഡി 1.5 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമ്മളിത് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ സമയം പോയതറിയാത്താണ്. 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അതുപോലെ ആർക്കെങ്കിലും നല്ല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയുന്നതിനും ഓക്കെ കേട്ടോ. ഒത്തിരി പേര് വിളിച്ചിട്ട് ഇതുപോലത്തെ ഒരു കൺസേൺ പറയാറുണ്ട്. ഞാൻ ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന് 10 കൊല്ലം കൊണ്ട് ILR-ൽ കയറിയ ആളാണ്. അതുകൊണ്ട് ഈ 10 കൊല്ലമൊക്കെ പെട്ടെന്ന് പോകും. അതുകൊണ്ട് നിങ്ങൾ അധികം കൺസേൺ ആയിരിക്കുക. ഈ പറയുന്ന ഇതിലൊരു പെട്ടെന്ന് നമ്മുടെ ജീവിതവും സമയമൊക്കെ പെട്ടെന്ന് പോകും. അതുകൊണ്ട് 5-10 എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു കാര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷയിലാണല്ലോ പോകുന്നത്. ഇല്ലെങ്കിൽ തന്നെ ഹോപ്പ്ഫുൾ ആയിരിക്കുക. പക്ഷെ വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങനെ വന്ന ഒരാളാണ്. ഞാൻ 2005-ലോ മറ്റോ എത്തിയിട്ട് 2015-ലോ 2014-ലോ ആണ് എനിക്ക് ILR കിട്ടുന്നത്. ഈ പറയുന്ന
ഞാനും അങ്ങനെ തന്നെയാണ്. 2007 വന്ന് 2018 ILR കിട്ടുന്നത്. വന്നത് സ്റ്റുഡന്റ് ആയിട്ടാണെന്ന് മാത്രം. ബ്രോസും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? അതെ. നമുക്കൊന്ന് പയ്യൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. നമുക്ക് നമ്മൾ പറഞ്ഞ ഓൾറെഡി നമ്മൾ 1.5 മണിക്കൂറോളം സമയം എത്തിയിട്ടുണ്ട്. ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 100 നമ്മുടെ മാക്സിമം സൂമിൽ പറ്റുന്ന ഒരു പാർട്ടിസിപ്പന്റ് ലിമിറ്റ് 100 ആയിരുന്നു. കൂടുതൽ സമയം നമ്മൾ 100 പേര് തന്നെ മീറ്റിംഗിൽ നിൽക്കുകയായിരുന്നു. നമുക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്തൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ കേരളയുടെ നാഷണൽ ഞാൻ എന്റെ പേര് നവീൻ എന്നാണ്. ഞാനൊരു 1-2 കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ്. നിലവിൽ ഇപ്പൊ ഈ പ്രൊപ്പോസൽ മാത്രമാണ് ഉള്ളത്. നമുക്ക് ഇതൊരു നിയമമായിട്ട് വന്നിട്ടുമില്ല. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ നിലവില് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞത് ഞാനെന്നല്ല, ഒരു ഗ്രൂപ്പിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കൈരളിക്ക് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിലും സബ്മിറ്റ് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വൽ. പക്ഷെ ഇത് ഒരIP ഒന്നേ പറ്റുന്നുള്ളൂ. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വരും പറ്റിപ്പോയി. ഒരു പകുതി കുറച്ച് നിർത്തി ചെയ്ത് കഴിഞ്ഞ് വേറൊരു ക്ലയന്റിനെ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വന്നപ്പോഴത്തേനും ഇത് ലോഗൌട്ട് ആയി പോയി. ലോഗൌട്ട് ആയിട്ട് എനിക്ക് പിന്നെ അതിലേക്ക് കയറാൻ പറ്റുന്നില്ല. വീണ്ടും ട്രൈ ചെയ്തിട്ട് പറഞ്ഞത് ഓൾറെഡി സബ്മിറ്റഡ് ഓർ ക്വിറ്റ് ദ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് ആ ഒരു 30 അല്ലെങ്കിൽ 25 മിനിറ്റ്സ് ഫുൾ ഡെഡിക്കേറ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ള ഒരു സജഷൻ ഉണ്ട് എന്റെ കയ്യിൽ. വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്തോ ഉള്ള ആൾക്കാർക്ക് അഭിപ്രായങ്ങൾ പറയാൻ കേട്ടോ. നവീന, വേണം നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് വന്ന് ഇതുപോലെ ഇരുന്നിട്ട് ഇപ്പൊ ഞങ്ങള് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ടൂൾ കിറ്റ് ഡെവലപ്പ് ചെയ്യാം. നമ്മൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമാണ് ടൂൾ കിറ്റ് ഡെവലപ്പ് ചെയ്യുക. അതായത് ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഈസി അല്ല. എല്ലാവരും പുതുതായിട്ടാണ് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യണം? അതിപ്പോ ഒരേ ആൻസർ തന്നെ ഇപ്പോഴത്തെ കാലത്ത് AI ഇട്ട് കൊടുത്താൽ പല വേർഷൻസ് നമുക്ക് തരും. മനസ്സിലായോ? ഇതിനെല്ലാം ഓരോരുത്തരും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആൻസേഴ്സ് ഡെവലപ്പ് ചെയ്ത് ഒരു വേർഡ് ഡോക്യുമെന്റിലോട്ട് ഇട്ടിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു വരുത്തുക, അല്ലെങ്കിൽ അല്ലാതെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് കൊടുക്കുക. എന്നിട്ട് അവരോട് പറയാ, നമ്മൾ ഇത് കൂടെ ഇരുന്ന് അവരോട് പറയാണ്, ഇതുപോലെ നിങ്ങൾ ഇത് AI-ലിട്ടൊന്ന് മാറ്റിപ്പിടിച്ച് ഒന്നിട്ട് കൊടുക്കുക, എന്നിട്ട് ആൻസർ ചെയ്യിപ്പിക്കുക. ആൾക്കാരെ കൂടെ ഇരുത്തി നമ്മൾ ആൻസർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. എനിക്കറിയാം എല്ലാവർക്കും ജോലിയും തിരക്കും മടിയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ആൻസർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ മാക്സിമം ആളുകളെ കൂടെ ഇരുത്തി ചെയ്യിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം കേരളി. അവിടെയാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, മടി ആരും വിചാരിക്കരുത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഈ ഒരു 100 പേരാണേലും നമുക്ക് ഇങ്ങനത്തെ ഒരു കൺസൾട്ടേഷൻ ഓപ്പർച്യൂണിറ്റി ഹോം ഓഫീസ് ഈ ഒരു അടുത്ത കാലത്ത് ഒന്നും ഇങ്ങനെയൊന്നും വെച്ചിട്ടില്ല. ഇതൊരു നല്ലൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് പറ്റാവുന്ന എല്ലാവരും ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ആകെ ഒരു 20-25 മിനിറ്റ്സ് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതേപോലെ ആൻസേഴ്സിന്റെ ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ആൻസേഴ്സിന്റെ കാര്യങ്ങള് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. അത് കൈരളിയായിട്ട് ഒന്നുകൂടി ഡിസ്കസ് ചെയ്തിട്ട് വീണ്ടും ഒരു മീറ്റിംഗ് വേണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമ്മളിപ്പോ ഒരു MP-ക്ക് ലെറ്റർ അയക്കുമ്പോൾ ഞങ്ങൾ ഒരു മാസ് പെറ്റീഷൻ ഫയൽ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് ഹൗസ് ഓഫ് കോമൺസിൽ പ്രസന്റ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് ഞങ്ങൾ ഇനീഷ്യലി ഉദ്ദേശിച്ചത് നമ്മളുടെ കൺസേൺസ്, നമ്മുടെ ആശങ്കകളെല്ലാം പങ്കുവെക്കാം എന്നുള്ള രീതിയിലാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഇതിനകത്തുള്ള എന്തെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസോ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്യാൻ പറ്റുമോ? ചെയ്യുന്നത് ശരിയാവോ? തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യാലോ. നമ്മൾ എന്തിനാ നാട്ടിൽ നിന്ന് ഇവിടെ വന്നത്? നമ്മളൊരു സ്വപ്നം കണ്ടല്ലേ ഇവിടെ വന്നത്. ആ കാര്യങ്ങൾ അടക്കം നമ്മുടെ റിയൽ സ്റ്റോറി ആയിട്ട് ആൾക്കാർക്ക് പ്രസന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. MP-യുടെ അടുത്ത് പോകുന്നതിന്റെ ഒപ്പം തന്നെ കൺസൾട്ടേഷൻ എന്തുകൊണ്ടാ പറയുന്നതെന്ന് പറഞ്ഞാൽ, നാളെ ഒരു ഹോം ഓഫീസോ അല്ലെ MPO പറയാം, നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, നിങ്ങൾ അത് യൂസ് ചെയ്യാതെ ഇവിടെ വന്നിട്ട് എന്താ കാര്യം എന്ന് പറയാം. MP-യുടെ അടുത്തും പോകണം, നമുക്ക് അവിടെയും പോകണം. അതിന്റെ ഒപ്പം തന്നെ അതേ കണ്ടന്റ് നമ്മൾ കൺസൾട്ടേഷനിൽ നമ്മൾ യൂസ് ചെയ്യുക. നമ്മുടെ എക്സ്പെക്ടേഷൻസിനെ പറ്റിയിട്ട് പറയാം, നമ്മളെ സ്ട്രഗിളിനെ പറ്റി പറയാം, എല്ലാ കാര്യങ്ങളും പറയാം. ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. എന്റെ പേര് ജിജി നട്ടാശ്ശേരി എന്നാണ്. സന്ദീപ്, കേക്കാവോ? സന്ദീപ്, 2010-11 കാലഘട്ടമാണെന്ന് തോന്നുന്നു ഇതേ വിഷയം ഉണ്ടായാലും PR നിർത്തുന്ന കാര്യം ഓർക്കുന്നുണ്ടോ?
ശമ്പളം 35,000 പൗണ്ട് ആക്കിയിരുന്നു. അന്നത്തെ സമയത്ത് നമ്മൾ കുറെ പേര് അതാത് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള MP-മാർക്ക് നമ്മൾ മെയിൽ അയക്കുകയും അവരുമായിട്ട് മീറ്റ് പാർലമെന്റ് ലോബിങ്ങിൽ വെച്ച് അവരെ മീറ്റ് ചെയ്യുകയും നമ്മൾ അതിന് നിവേദനം കൊടുക്കുകയും ചെയ്തായിരുന്നു. അന്ന് ഒരേ ഒരു MP മാത്രമേ ഉള്ളൂ പാർലമെന്റിൽ ഈ NHS വർക്കേഴ്സിനും ഹെൽത്ത് വർക്കേഴ്സിനും വേണ്ടി പാർലമെന്റിൽ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി വാദിക്കാനുള്ള ഒരു MP ഉണ്ടായിരുന്നു. ഡേവിഡ് ആംസ് അറിയായിരിക്കും. ഡേവിഡ് ആംസ് സൗത്ത് ടൗൺസിലെ MP ആയിരുന്നു. അദ്ദേഹം ഒരു 2 വർഷം മുമ്പ് കൊല്ലപ്പെട്ടായിരുന്നു. ഓർക്കുന്നുണ്ടായിരുന്നു. അന്നാണ് പിന്നെ ആ പുള്ളി അദ്ദേഹമാണ് ഇത് ഹൗസ് ഓഫ് കോമണിലൊക്കെ വാദിക്കുകയൊക്കെ ചെയ്ത് നമുക്കൊരു അനുകൂലമായ ഒരു വിധി അവിടുന്ന് നേടിയെടുത്തത്. നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കറക്റ്റായിട്ട് അറിയാം. ജിജേട്ടാ, അതിനകത്ത് വേറെ കാര്യമുണ്ട്. അന്ന് ഈ പറയുന്ന ശമ്പളം കൂട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും അതിനു മുമ്പ് ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങളുടെ ജോലി ഷോർട്ടേജ് ഒക്യുപ്പേഷനിലായിരുന്നെങ്കിൽ എന്നൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ബാധിക്കുന്നില്ലായിരുന്നു, ഇഫക്റ്റീവ്ലി അത് ബാധിക്കുന്നില്ലായിരുന്നു. ശമ്പളം 35,000 പൗണ്ട് ആയെങ്കിൽ പോലും അതിനു മുമ്പ് ഈ പറയുന്ന കെയറുടെ വിസയും ഒക്കെ ഷോർട്ടേജ് ഒക്യുപ്പേഷനിലായിരുന്നു. ഇപ്പോഴും ഈ പറയുന്ന നമ്മുടെ തന്നെ ഇപ്പോൾ എടുത്തു നോക്കിയാൽ ഇപ്പോഴാണല്ലോ ഈ മറ്റേ ഇമിഗ്രേഷൻ സ്കിൽസ് ഈ പറയുന്ന ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ നിന്ന് എന്താണ് വാക്ക് മറന്നു പോയല്ലോ, ISL നിന്ന് ഈ കുറേയേറെ ജോലികൾ പുറത്തേക്ക് വന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് അതിനകത്തൂടെ കയറി ഇറങ്ങി പോയിരുന്നെങ്കിൽ 35K റിക്വയർമെന്റ് നമുക്ക് ആവശ്യമില്ലായിരുന്നു. ഇവിടെ അതല്ല സിറ്റുവേഷൻ. ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ മറ്റു ഓപ്ഷൻസ് ഇല്ല. മറ്റേടത്തൊരു ലീഗൽ ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു നമുക്ക്, ഇപ്പം അതില്ല. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ ഈ പബ്ലിക് കൺസൾട്ടേഷന് വേഗം ഒന്നും അതിന്റെ പേണ് നമുക്ക് സമയം ഇച്ചിരി അതിക്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒരു കാര്യം കൂടെ, അതായത് ഈ പബ്ലിക് കൺസൾട്ടേഷന് പുറമെ ഇപ്പൊ ഹൗസ് ഓഫ് ലോർഡ്സിന്റെ ഒരു പുതിയൊരു സബ്മിഷനും കൂടെ വന്നിട്ടുണ്ട്. അത് ഞാൻ അതിനകത്ത് കയറി നോക്കിയിട്ടില്ല. അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ അതോ അത് നമ്മൾ ചെയ്യാനായിട്ട് നിൽക്കണോ? ഏതാണ്? അതായത് ഹൗസ് ഓഫ് ലോർഡ്സിന്റെ ഒരു പുതിയൊരു എൻക്വയറി വന്നിട്ടുണ്ട്. അത് അതിനകത്ത് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഫ്രം ദ ഹോം ഓഫീസ്, നോട്ട് ജസ്റ്റ് അബൌട്ട് ദ റൂൾസ്, അബൌട്ട് ദ എൻറ്റയർ മൈഗ്രന്റ് എക്സ്പീരിയൻസ്. അത് നമ്മളുടെ എവിഡൻസ് കൊടുക്കുക എന്നുള്ള ഒരു സ്റ്റോറി പോലെ കാര്യം പറയാന്നുള്ള ഒരു സംഭവമാണ് വന്നിട്ടുള്ളത്. നവീൻ, അതിനകത്ത് എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ. ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, നോ സ്റ്റോൺസ് അൺടേൺഡ് എന്ന് പറയും. ആ ഇഡിയത്തിന്റെ അർത്ഥം ടു ഡു എവറിത്തിങ് പോസിബിൾ ടു ഫൈൻഡ് സംതിങ് ഓർ ടു അച്ചീവ് സംതിങ് എന്നുള്ളതാണ്. മലയാളത്തിൽ വേണമെങ്കിൽ അതിനെ വല്ലവന് പുല്ലുമായതെന്ന് വിളിക്കാൻ പറ്റും. ഏത് മാർഗവും നമ്മൾക്ക് എവിടെയൊക്കെ എത്തിക്കാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ഗുണപ്പെടുന്നത് തന്നെയാണ്. അതിനകത്ത് ചിലത് ഈ പറയുന്ന എന്താണ് ഡ്യൂപ്ലിക്കേറ്റിംഗ് ആയിരിക്കാം. പക്ഷെ അതിന് എൻ്റെ അകത്ത് ഏത് മാർഗം നമുക്ക് ഉപയോഗിക്കുക തന്നെ വേണം. നമ്മുടെ മുമ്പിൽ വേറൊരു പ്ലാൻ ബി ഇല്ലല്ലോ ഇതല്ലാതെ. വളരെ നന്ദി കേട്ടോ, ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു. നമ്മളൊന്ന് പറഞ്ഞ സമയം അതിക്രമിച്ചു പോയതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി ചോദ്യങ്ങളും സജഷൻസ് ഒക്കെ എടുക്കണമെന്നും ആൻസർ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ സമയത്തിന്റെ ഒരു പരിമിതി മൂലമാണ് നമ്മളിതൊന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതൊന്ന് കൺക്ലൂഡ് ചെയ്ത് ഇഷ്ടമായിട്ടൊന്നും നന്ദി പ്രകാശനം നടത്താനായിട്ട് കേരളയുടെ നാഷണൽ ട്രഷറർ സഹിച്ചു ക്ഷണിക്കാം. താങ്ക് യു. കേൾക്കാമെന്ന് വിചാരിക്കുന്നു. പുതിയ കാലത്ത് UK കുടിയേറിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന റൂളുകൾ നിലവിൽ ഭരിക്കുന്ന ഗവൺമെന്റും അതേപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാര്, അതിൽ പ്രത്യേകിച്ച് മലയാളികളെ നമ്മൾ പുതിയ കാലത്തെ കുടിയേറ്റം നടത്തിയ ആളുകളെ സംബന്ധിച്ച് വളരെയധികം ആകുലത ഉളവാക്കുന്ന കാര്യമാണ്. നമ്മുടെ ആകുലതയെ ഒരു പരിധിവരെയെങ്കിലും അത് പരിഹരിക്കാനും അല്ലെങ്കിൽ അതിന് എന്താണ് മാർഗങ്ങൾ എന്ന് പറഞ്ഞു തരുവാനും അതിൻ്റെ വഴികാട്ടിയായി മാറുവാനും കൈരളി എന്ന ഈ സംഘടനയും അതോടൊപ്പം തന്നെ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത അല്ലെങ്കിൽ വിവിധ മാർഗങ്ങളും ചർച്ചകളും ഒക്കെ നയിച്ചിട്ടുള്ള UK തന്നെ പ്രഗത്ഭരായിട്ടുള്ള അഡ്വക്കേറ്റുമാരായിട്ടുള്ള ബ്രോസ് ജോസഫും അതേപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സന്ദീപും
ആണ് ഈ നമ്മളോടൊപ്പം ഈ സമയം ചെലവഴിച്ചുകൊണ്ട് അവരുടെ വിലയേറിയ സമയമാണ്. തീർച്ചയായും കൈരളിക്ക് വേണ്ടിയും ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്ക് വേണ്ടിയും നിങ്ങളോട് ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്നും ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി കൈരളി നിങ്ങളോടൊപ്പം ഉണ്ടാവും. കഴിയുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് കൈകോർത്തുകൊണ്ട് ഒരുമിച്ച് നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ കുടിയേറ്റത്തിന് അല്ലെങ്കിൽ ഈ കുടിയേറ്റ വിരുദ്ധതയ്ക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് കൈകോർക്കാം. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൈരളിക്കൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.